കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. 1966 മുതൽ 1980 വരെ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകനായിരുന്നു. 1982 ഹൈക്കോടതി ജഡ്ജിയായും 1994 പറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ചു. 1994 സുപ്രീം കോടതിയിൽ ജഡ്ജിയായി നിയമിതനായ അദ്ദേഹം 1997 വിരമിച്ചു. തുടർന്ന് ദേശീയ ഉപഭോക്തൃ ഫോറം ചെയർമാനായിരുന്നു. എൻഡോസൾഫാൻ സമരം പിൻവലിച്ചു. തിരുവനന്തപുരം 9 ദിവസമായി എൻഡോസൾഫാൻ ദുരിതബാധിതർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന ശരി, ഞാൻ നിർത്തി. ഇൻഷാ അല്ലാഹ് ഇനി നാളെ നോക്കാം. എല്ലാവരും എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തുന്ന ദിവസത്തോടുകൂടി ലൈവിന് വേണ്ടി തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار. علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن. علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله. فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا. وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا. واستغفروا الله إن الله غفور رحيم. صدق الله العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മിലും നമ്മുടെ കുടുംബത്തിലുമുള്ളവരുടെ എല്ലാവിധ രോഗങ്ങൾക്കും അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും തീർത്ത് തരുമാറാവട്ടെ.
എല്ലാവിധ വേദനകൾക്കും അള്ളാഹു ശമനം നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്ലാസ് റൂം വഴിയും മറ്റൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു തആല, പ്രത്യേകിച്ച് വിദേശത്തുള്ളവർ, അവരുടെ ജോലികളിലും മറ്റും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല ഈമാനോടുകൂടെ മരിക്കുവാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും നമ്മൾ വിശദീകരിക്കുന്ന അൽ മുസമ്മിൽ സൂറത്തിന്റെ അവസാനത്തെ ആയത്താണ് ഇന്ന് നമുക്ക് വിശദീകരിക്കുന്നത്. ഇന്ന് നമ്മൾ ഓതി വച്ച ഒരൊറ്റ ആയത്താണ്. അത്യാവശ്യം വലിയ വിശാലമായ അർത്ഥങ്ങളുള്ള വിശദീകരണങ്ങളുള്ള സുപ്രധാനമായ വചനമാണ് അൽ മുസമ്മിൽ സൂറത്തിലെ അവസാനത്തെ ആയത്ത്. ഈ സൂറത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞ കാര്യത്തെ ദുർബലപ്പെടുത്തുകയാണ് ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത്. അതിന്റെ ആശയത്തെ, ഒരു വിധിയെ അല്ലാഹു ദുർബലപ്പെടുത്താത്തതേ ഉള്ളൂ. ഓതിയാൽ പ്രതിഫലം ലഭിക്കുക എന്നുള്ള വിഷയത്തിൽ എല്ലാ ആയത്തുകളും തുല്യമായിട്ട് വരും. മുസമ്മിൽ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു തആല കൽപ്പിക്കുന്നത് രാത്രിയുടെ പകുതി നിസ്കരിക്കണം, അല്ലെങ്കിൽ നിസ്കാരം പകുതിയേക്കാൾ തഹജ്ജുദ് നിസ്കാരം അല്പം കൂട്ടണം. അപ്പൊ 3/2 ഭാഗം, അല്ലെങ്കിൽ പകുതിയേക്കാൾ അല്പം കുറക്കാം. എന്നാലും മിനിമം രാത്രിയുടെ 1/3 ഭാഗം നിസ്കരിക്കണം. ഇതാണ് അള്ളാഹു കൽപ്പിച്ചത്. ഇനി അള്ളാഹു തആല ആ കൽപ്പനയ്ക്ക് ഒരല്പം ഇളവ് നൽകണം. നമ്മൾ രാത്രി അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അത്ര ദീർഘമായിട്ട് വേണ്ട, നിർബന്ധമായ ആ കൽപ്പന അല്ലാഹു നമുക്ക് സുന്നത്താക്കുകയും അള്ളാന്റെ തിരുദൂതർക്ക് പ്രബല അഭിപ്രായ പ്രകാരം വഫാത്ത് വരെ തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായി. അപ്പൊ നമുക്ക് ആ നിർബന്ധമായ കൽപ്പന പിൻവലിച്ച് ദീർഘമായി നിസ്കരിക്കൽ നിർബന്ധമായതും പിൻവലിച്ച് മിനിമം ഒരു 2 റക്അത്തെങ്കിലും സൗകര്യം പോലെ നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിക്കാൻ ഈ സൂറത്തിന്റെ അവസാനമാണ്. ഇതിന്റെ കാരണങ്ങളും അള്ളാഹു പറയുന്നു. നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈൽ ونصفه وثلثه وطائفة من الذين معك. തീർച്ചയായും നബിയെ താങ്കളോട് കൂടെയുള്ള ഒരു വിഭാഗവും രാത്രിയുടെ 3/2 ഭാഗം, ചിലപ്പോൾ രാത്രിയുടെ പകുതി, ചിലപ്പോൾ രാത്രിയുടെ 1/3 നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അറിയുന്നുണ്ട്. ഇന്ന റബ്ബക യഅലം. തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് അറിയുന്നവനാണ്. എന്ത്? അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈൽ. രാത്രിയിൽ നിന്ന് 2 ഭാഗം ഏതാണ്ട് താങ്കൾ നിസ്കരിക്കുന്നുണ്ട്. വനിസ്ഫഹു, ചിലപ്പോൾ രാത്രിയുടെ പകുതി നിസ്കരിക്കുന്നുണ്ട്. വസുലുസഹു, ചില സന്ദർഭങ്ങളിൽ രാത്രിയുടെ 1/3 ഭാഗം നിസ്കരിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു അറിയുന്നവനാണ്. വത്താഇഫത്തും മിനല്ലദീന മഅക. അങ്ങയുടെ കൂടെയുള്ള ഒരു വിഭാഗവും, അതായത് സ്വഹാബത്താണ്. അപ്പൊ അന്നും അങ്ങയുടെ അനുചരന്മാരും ചില സന്ദർഭങ്ങളിൽ രാത്രി പകുതി, അല്ലെങ്കിൽ 3/2 ഭാഗം, അല്ലെങ്കിൽ 1/3 ഭാഗം, ഇതൊക്കെ നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു കൃത്യമായി അറിയുന്നു. അല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ. രാവിനെയും പകലിനെയും അള്ളാഹു കണക്കാക്കുന്നു. അലിമ അല്ലൻ തുഹ്സൂ. താങ്കൾക്ക് അതിനെ ക്ലിപ്തമാക്കാൻ കഴിയുകയില്ല എന്നും അള്ളാഹു അറിയുന്നവനാണ്.
താങ്കൾക്ക് രാത്രി സമയത്ത് കൃത്യമായി 1/3 അല്ലെങ്കിൽ 2 ഭാഗം അല്ലെങ്കിൽ പകുതി അങ്ങനെ ക്ലിപ്തപ്പെടുത്താൻ പ്രയാസമുണ്ട് എന്നുള്ള കാര്യവും അള്ളാഹു അറിഞ്ഞവനാണ്. അതുകൊണ്ട് അപാലയിക്കും അള്ളാഹു നിങ്ങളുടെ മേലിൽ ഇളവ് നൽകിയിരിക്കുന്നു. എന്നൊക്കെയാണ് സൗകര്യമാണ്. ഇത്ര മണിക്കൂർ നമുക്ക് ഉറങ്ങാം, ഇത്ര മണിക്കൂർ നമുക്ക് നിസ്കരിക്കാം, നമുക്ക് സമയം കൃത്യമാക്കാൻ ക്ലോക്ക് സംവിധാനം നമ്മുടെ മൊബൈലിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത്ര സമയവും നമ്മളെ വിളിച്ചുണർത്താനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും അള്ളാഹിന്റെ തിരുവരുടെ കാലഘട്ടത്തിലില്ല. ഇന്നത്തെ പോലെ കൃത്യമായിട്ട് സമയം കണക്കാക്കാനുള്ള സംവിധാനമില്ല. അപ്പൊ ഇവരെന്തെയും ചുരുങ്ങിയത് 1/3 വേണം, ഏറിയാലും 2 ഭാഗം നിസ്കരിക്കണം. മിതമായ രൂപത്തിൽ രാത്രിയുടെ പകുതി നിസ്കരിക്കണം. പക്ഷെ ഈ പകുതി 1/3, 2 കണക്കാക്കാൻ കഴിയാത്തത് കൊണ്ട് കുറവ് വരരുത് എന്ന് കരുതി ഇവരങ്ങനെ നിസ്കരിക്കും. ഫലത്തില് സുബഹിക്ക് ബാങ്ക് കൊടുക്കണം. അപ്പൊ എന്തായിപ്പോ രാത്രി മുഴുവൻ നിസ്കാരായി, രാത്രി മുഴുവൻ നിസ്കാരായി. അതാണ് നിങ്ങൾക്ക് സമയത്തെ രാവും പകലും അള്ള കണക്കാക്കി. അള്ള പറയാം നിങ്ങൾക്കത് കൃത്യമായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും അള്ളാഹു അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇളവ് നൽകിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാം വിശുദ്ധ ഖുർആനിൽ നിന്ന് എളുപ്പമായത് സൗകര്യപൂർവ്വം ഓതിയിട്ട് നിങ്ങൾ നിസ്കരിച്ചോളൂ. അപ്പൊ അതായത് നിങ്ങൾ അങ്ങനെ ദീർഘമായിട്ട് വേണമെന്നില്ല, നിങ്ങളെ സൗകര്യം പോലെ സൗകര്യപ്പെട്ടത് ഓതിയിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ് അവരുടെ ഒരു ആശ്വാസമായി. 50 വക്ത് നിസ്കാരം ഫർളാക്കിയിട്ട് 5ആക്കിയതുപോലെ 50 വക്ത് നിസ്കാരമൊക്കെ നമുക്ക് ഒരു ദിവസം നിർവഹിക്കൽ നിർബന്ധമായിരുന്നെങ്കിൽ നമുക്ക് ഈ ക്ലാസിന്റെ അടിയിലൊക്കെ ഓരോ വക്ത് നിസ്കരിക്കണ്ടേ? ആകെ 24 മണിക്കൂറാണ്. 50 വക്തുണ്ടായിരുന്നെങ്കിൽ ഹോമിയോ ഡോക്ടർ മരുന്നെഴുതിയതുപോലെ അരമണിക്കൂർ ഇടവിട്ട് ഓരോ പൊതി കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഓരോ അരമണിക്കൂർ ഇടവിട്ട് നിസ്കാരം വരുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തെങ്കിലും ഒരു സംഗതി നടക്കുമോ? പാപ്പാക്ക് എന്താ പണിയെന്ന് ചോദിച്ചാൽ ബാങ്ക് കൊടുക്കാൻ നിസ്കരിക്കാം, വേറെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ എത്തി. അപ്പൊ നമുക്ക് വലിയൊരു ഇളവാണ്. ആ 50 ഉള്ളത് ഒരു 0 കളഞ്ഞിട്ട് അത് 5ആക്കി ചുരുക്കിയപ്പോൾ വല്ലാത്തൊരാശ്വാസമാണ്. എന്നതുപോലെ സഹോദര, ഇവിടെ അല്ലാഹു തആല നമുക്ക് വലിയൊരു ആശ്വാസം നൽകിയത് ഉണ്ടല്ലോ. ഒരു ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു രോഗം കുറച്ച് ഗൗരവമുള്ള രോഗമാണ്, ഏതായാലും നിങ്ങളൊരു ടെസ്റ്റ് കൂടി ചെയ്യുക, എന്നിട്ട് പ്രഗത്ഭനായ ഡോക്ടറെ അല്ലെങ്കിൽ കാണിക്കണം എന്ന് ഇയാള് തീരുമാനിച്ചു തന്റെ കാര്യം പോക്കാണ്. ഏതായിരുന്നാലും ആ ടെസ്റ്റ് കഴിഞ്ഞ് ആ പ്രഗത്ഭനായ ഡോക്ടർ നോക്കുമ്പോൾ നമുക്കൊന്നുമില്ല. അപ്പൊ എത്ര ആശ്വാസം! ഒന്നുമില്ലാതെ നടക്കുന്നുണ്ട്, ഒന്നുമില്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടക്കുന്നതിന്റെ വലിപ്പം നമുക്കറിയില്ല. നേരെ മറിച്ച് ഭയങ്കര പ്രശ്നങ്ങൾ ഒരാഴ്ചയോട് തീരുന്നുള്ള രൂപത്തിൽ ആദ്യം സംസാരിച്ച് പിന്നെ യാതൊരു പ്രശ്നമില്ലാതെ ഒരു ആശ്വാസമാണ്. ഏത് കാര്യം വെയിൽ കൊള്ളുമ്പോഴാണ് ഒരു തണലിലേക്ക് കയറി നിൽക്കുമ്പോൾ അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. കടുത്ത ദാഹം ഉണ്ടായിട്ട് കുറച്ച് വെള്ളം കുടിക്കുമ്പോഴാണ് ആ വെള്ളത്തിന്റെ ടേസ്റ്റ് അറിയാം. എപ്പോഴും ഇങ്ങനെ കുടിക്കുമ്പോൾ അതിന്റെ രസമല്ലേ? പകലന്തിയോളം ജോലിയെടുത്ത് ക്ഷീണിച്ച് രാത്രി കിടക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഒരു ജോലിക്കും പോകാതെ രാവിലെ ചായക്കുക, പിന്നൊന്ന് കിടക്കുക, 10 മണിക്ക് കഞ്ഞിടിക്കുക, വീണ്ടും കിടക്കുക, ഉച്ചക്ക് നല്ലോണം ചോറ് തിന്നുക, വീണ്ടും കിടക്കുക. ഇതെന്നായാലും രാത്രി കിടക്കുമ്പോൾ ആ കിടത്തത്തിന് രസമില്ല, ഒന്നും ഉറക്കുകയൊന്നുമില്ല. ഉറക്കിന്റെ കോട്ട തീർന്നു. പകൽ ഏത് കാര്യം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടാവുമ്പോൾ പിന്നെ അതിന്റെ ശേഷം വരുന്ന എളുപ്പം വേഗം ബോധ്യം വരും. അല്ലാഹു തആല നിഅമത്ത് നമുക്ക് പഠിപ്പിച്ചു. അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല തഹജ്ജുദ് ഇങ്ങനെ നിർബന്ധമാക്കി ദീർഘസമയം നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരുന്ന അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ടല്ല. എന്നാലും ആ നിയമത്തിന്റെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടത്തിൽ രാത്രിയുടെ 2 ഭാഗം, അല്ലെങ്കിൽ മറ്റു ചിലരും രാത്രിയുടെ പകുതി, മറ്റു ചില സമയങ്ങളിൽ രാത്രിയുടെ 1/3 ഭാഗം നബിയെ താങ്കളുടെ അനുചരന്മാരും നിസ്കരിക്കുന്നത് അള്ളാഹു അറിയുന്നവനാണ്. രാവിനെയും പകലിനെയും കണക്കാക്കിയത് അല്ലാഹുവാണ്. നിങ്ങൾക്കതിനെ കൃത്യമായി കണക്കാക്കാൻ കഴിയില്ല എന്നും അല്ലാഹുവിനറിയാം. ആകയാൽ നിങ്ങൾ എളുപ്പമായതുപോലെ നിസ്കരിച്ചോളൂ. അതോടുകൂടെ വിജ്ഞാനം മാറി. ആദ്യം പറഞ്ഞ വിധി മാറ്റി അല്ലാഹു, എന്നിട്ട് കാരണം പറയാം. സയകൂനു മിൻകും മർളാ, നിങ്ങളെ കൂട്ടത്തിലെ രോഗികളുണ്ട് എന്ന കാര്യം അല്ലാഹുവിനറിയാം. നിങ്ങളെ കൂട്ടത്തിലെ രോഗികളുണ്ടാകുമെന്ന കാര്യം അല്ലാഹു അറിഞ്ഞവനാണ്. വആഖറൂന യദ്രിബൂന ഫിൽ അർള് യബ്തഗൂന മിൻ ഫളില്ലാഹ്,
അല്ലാഹുവിന്റെ ആ റഹ്മത്തിൽ നിന്ന് ഔദാര്യത്തിൽ നിന്ന് കൊതിച്ചുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അല്ലാഹുവിനറിയാം. വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരും നിങ്ങളെ കൂട്ടത്തിലുണ്ട് എന്ന് അല്ലാഹു അറിഞ്ഞവനാണ്. അതുകൊണ്ട് ഫഖറഉ മാ തയസ്സറ മിൻ, എളുപ്പമായത് ഓതി കുറച്ച് നിസ്കരിച്ചോളൂ. ഈ പറഞ്ഞെന്ന് പറയും, രാത്രി ഇങ്ങനെ മുഴുവനായിട്ട് നിസ്കരിക്കുന്ന ഒരവസ്ഥ ഇവർക്ക് വന്നപ്പോ രോഗികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, അവരാകെ തളരുക. രണ്ടാമത്തത്, യാത്ര പോകുന്ന ആളുകൾ, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ നിന്ന് കച്ചവട ആവശ്യങ്ങൾക്കും മറ്റും യാത്ര ചെയ്യുന്ന ആളുകൾ, അവർക്ക് രാത്രി ഫുള്ള് നിസ്കരിച്ച പകല ബുദ്ധിമുട്ടാണ്. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നവരുണ്ട് യോദ്ധാക്കൾ, അവർക്കും രാത്രി മുഴുവനും നിസ്കരിച്ച് പുറക്കൊഴിച്ചാല് പകല് അവരുടെ ആ യാത്രയെ ബാധിക്കും. ഇപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അല്ലാഹു പറയുന്നുണ്ട് അലിമ സയകൂനു മിൻകും മർളാ, നിങ്ങളെ കൂട്ടത്തിൽ രോഗികളുണ്ടാകുമെന്ന് അല്ലാഹു അറിഞ്ഞവനാണ്. രോഗികളായ ആളുകൾക്കൊക്കെ രാത്രി മുഴുവൻ നിസ്കരിച്ച ഒരാളെ കൂടിക്കൂടെ. വആഖറൂന യദ്രിബൂന ഫിൽ അർള് യബ്തഗൂന മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് പേടിപ്പിടിക്കാൻ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ, യാത്ര പോകുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അന്നൊക്കെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ദീർഘമായി യാത്ര ചെയ്യണം. ഇസ്ലാമിൽ കച്ചവടം വളരെ പുണ്യമുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇത് രാത്രി മുഴുവൻ നിസ്കരിച്ച ബുദ്ധിമുട്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു അറിഞ്ഞവനാണ്. യോദ്ധാക്കൾക്കും രാത്രി മുഴുവനും നിസ്കരിച്ചാൽ ബുദ്ധിമുട്ടല്ല. കാരണം ഉറക്കെന്ന് പറഞ്ഞ ശരീരത്തിന്റെ ഹക്കാണ്. ഉറക്കൊരളവിൽ കിട്ടിയെങ്കിലേ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അത് അള്ളാഹു നമ്മുടെ മേൽ പ്രകൃതിയിൽ കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് മുഴുവൻ ഉറപ്പ് സംസ്കരിക്കേണ്ടത്. ഇവിടെ ആദ്യം അള്ളാഹു പറഞ്ഞ രോഗികൾക്ക് മുൻഗണന കൊടുക്കണം. രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ഇസ്ലാമിലെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഏർപ്പാടല്ല. അള്ളാഹു പറഞ്ഞത് പറയാണ്, മതം എന്ന് പറയുന്നത് എളുപ്പമാണ്, ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു സംവിധാനമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും എളുപ്പമാണ്. ഇപ്പൊ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർക്ക് ഇരിക്കാം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർക്ക് കിടന്നിട്ടെങ്കിലും നിർവഹിക്കാം, ഒഴിവില്ല. വിശുദ്ധ റമദാൻ മാസം നോമ്പ് നോൽക്കുന്ന രോഗികൾക്കും മറ്റും അല്ലാഹു ഇളവ് കൊടുത്തിട്ടുണ്ട്, വൃദ്ധന്മാർക്കും മറ്റും അല്ലാഹു ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഏത് വിഷയത്തിലും നമ്മൾ പ്രയാസപ്പെടുന്ന ഒരു സംവിധാനം. നമ്മൾ നിസ്കരിക്കുമ്പോൾ സുജൂദ് ശരിയാകണമെങ്കിൽ വിരലിന്റെ പള്ള കൃത്യമായിട്ട് നിലത്ത് വെക്കണം. കാലിന്റെ വിരലിൽ വല്ല മുറിവോ കാരണം വെക്കാൻ കഴിയില്ലെങ്കിൽ ഇളവ് ഇറങ്ങാറായി അത് വെച്ച് കാലിന്റെ മുറിവിൽ നിന്ന് രക്തം വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണം. വേണ്ട, ഇങ്ങനെ ഏത് വിഷയത്തിലും അല്ലാഹു തആല ഇളവ് നൽകിയിട്ടുണ്ട്. നമ്മളെ പരിഗണിച്ച്, രോഗികളെ പരിഗണിച്ച് തഹജ്ജുദിന്റെ നിർബന്ധം പിൻവലിച്ചു. മാത്രമല്ല പിന്നീട് അല്ലാഹു പറയുന്നത് വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളില്ലാഹ്. പിന്നീട് അല്ലാഹു പറയുന്നത് മറ്റൊരു വിഭാഗം അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നും അല്ലാഹു അറിഞ്ഞവനാണ്. അതിൽ ജോലിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. ഉപജീവന മാർഗത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ജോലി വേണം. ഹലാലായ രൂപത്തിലുള്ള ജോലിയാണെങ്കിൽ അതിന് വലിയ പുണ്യമാണ്, അതിന് വലിയ പുണ്യമാണ്. അത് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എല്ലാ മേഖലയിലും പ്രവാചകന്മാർ തന്നെ പ്രവർത്തിച്ചത് കാണാൻ സാധിക്കും. ഹലാലായ ജോലിയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് അതൊരു ജിഹാദ് പോലെയാണ്. അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരാണ് ഏത്, ജിഹാദാണ് ഏത്. ഓരോരുത്തരും അവരവരുടെ കുടുംബം നോക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല ഒരു ഹലാലായ രൂപത്തിലുള്ള ഒരു ജോലി അതല്ലാതെ മോഷണം, വഞ്ചന, അങ്ങനെ ചുളിവിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി എത്ര ആളുകൾ ആ രീതി സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ലോട്ടറി എടുക്കുക, ചൂതാട്ടം. മൈസീറാണ് യഥാർത്ഥത്തിൽ ചൂതാട്ടമാണ് ലോട്ടറി. അതൊന്നും നമുക്ക് ശരിയല്ല. നമുക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു നല്ല ജോലി, ഹലാലായ ജോലി, അള്ളാഹു അനുവദിച്ച ഒരു മേഖല ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് അതിലെ ബർക്കത്തുള്ളൂ. അത് ഏത് പല മേഖലകളിലും പ്രവർത്തിക്കും. ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വസ്ത്രം നെയ്തു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വസ്ത്രം നെയ്തു. ഹവ്വാ ബീവി ആദം നബിയുടെ ഭാര്യ, ആദ്യത്തെ ആണ് പെണ്ണുള്ള ആദം നബി വസ്ത്രം നെയ്തു. ഹവ്വാ ബീവി നൂല്.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ പ്ലാൻ കാണിച്ചു കൊടുത്തു. ഏതൊരു കാര്യം ആദ്യം അറിയണമല്ലോ. അപ്പൊ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഉപജീവനത്തിന് സ്വീകരിച്ച മേഖലയാണ് ചരിത്രം പറയുന്നത്. അതേപോലെ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ലക്ഷണമൊത്ത മരപ്പണിക്കാരനായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആശാരിപ്പണി എന്ന് പറയുന്നത് ചരിത്രത്തിലെ വലിയൊരു കപ്പൽ നിർമ്മിച്ചു അദ്ദേഹം. ഏറ്റവും വലിയ കപ്പൽ ഇന്നിപ്പോ വലിയ 10-12 നിലകളുള്ള പെടാ കപ്പലുകളൊക്കെ. എന്നാലും ഒരു 300 മുഴം, ചില മുഫസ്സിറുകൾ പറയുന്നത്, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് 600 മുഴം നീളത്തിലുള്ള കപ്പലായിരുന്നു അത്. 30 മുഴം ഉയരത്തിലും 50 മുഴം വീതിയിലുമായിരുന്നു ആ കപ്പൽ നിർമ്മിച്ചിരുന്നത്. ചരിത്രത്തിലെ വലിയൊരു കപ്പലാണ്. ഗ്രേറ്റ് അറാറത്തിലെ ജ്യോതി എന്ന് പറയുന്ന മലയിൽ ആ കപ്പൽ അലഞ്ഞുവെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ബഡാ കപ്പല 1,24,000-ഓളം തേക്കിന്റെ പലകകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. അമ്പിയാക്കളുടെ എണ്ണത്തിൽ എങ്ങനെയാണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ നിർമ്മിക്കേണ്ടത് എന്നതിന്റെ രൂപം കാണിച്ചു കൊടുത്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദര, അവിടെ നമ്മൾ മനസ്സിലാക്കണം ആ കപ്പല്. അപ്പോ അങ്ങനെ ഒരു കപ്പൽ നിർമ്മിക്കുക വഴി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി. അങ്ങനെയാണ് ഒരു മരപ്പണിക്കാരനായിരുന്നു. അപ്പൊ ആശാരിപ്പണി എന്നുള്ളത് മരം കൊണ്ട് പണിയെടുക്കുന്നത് അത് എഴുതി കൊടുക്കേണ്ട ഒരു സംഗതിയല്ല, നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മളങ്ങനെയല്ല. ആരെങ്കിലും ഒക്കെ ഇപ്പൊ മരപ്പണി എടുത്താലും പെണ്ണ് കെട്ടിയിട്ടില്ലെങ്കിൽ പോലെ കല്യാണം മുടക്കും. എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ആള് കുഴപ്പമില്ല, പക്ഷെ ആശാരിയാ കേട്ടാ തോന്നുന്നു അന്നേരം കിട്ട ആശാരി ആ വകുപ്പിനോട് വന്നാതോ ഇസ്ലാം സ്വീകരിച്ചു. പൊതുവെ ആളുകളുടെ സ്വഭാവം അങ്ങനെയല്ല. അങ്ങനെ പറയുമ്പോഴാണ് ഈ പ്രശ്നം. അത് ചില പ്രയോഗങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. ആശാരിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടി നല്ല കുട്ടിയാണ്, ഈ മരത്തിന്റെ പരിപാടികളൊക്കെ രണ്ടൊന്നല്ലേ, കേൾക്കുമ്പോ എത്ര വ്യത്യാസം. ഒരു മരത്തിന്റെ പണികളൊക്കെ എടുക്കും, നല്ല പണിയാണ്, നല്ല വേണ്ടത്. എന്നോട് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി, ഞാനിങ്ങനെ മരത്തിന്റെ പണി തുടങ്ങിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യസന്ധമായി ചെയ്താൽ എനിക്ക് ഒഴിവുണ്ടാവില്ല. ഇപ്പൊ ക്ലാസ്സിന് വരാൻ വൈകില്ല, തിരക്കാം. സഹോദര, നമ്മുടെ ആളാണെങ്കിൽ ഈ മെഹ്റാബിന്റെ പണിയെടുക്കാൻ നമ്മുടെ ആളുകളെ മെഹ്റാബിലേക്ക് കൊണ്ടുവരാൻ ഏത് മേഖലയിലും വേണ്ട. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോ അവിടെ പള്ളിയിൽ മാർബിളിന്റെ പണിയെടുക്കണം. അപ്പോ ഇവര് പള്ളിന്റെ അടിയിൽ വിശ്രമിക്കുകയാണ്. ആദ്യത്തെ പള്ളി ആദ്യമുള്ളതാണ്, മാർബിൾ പറിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവരിങ്ങനെ ഈ അമുസ്ലിങ്ങളായ പണിക്കാരാണ്. അവരങ്ങനെ മലർന്ന് കടന്ന ഒരു കാര്യം മടക്കി വെച്ച് മറ്റേ കാലയിലേക്ക് കയറ്റി വെച്ച് സിഗരറ്റ് ഇങ്ങനെ വലിച്ചിങ്ങനെ ഊതനുണ്ട്. അതേ പള്ളി കിടന്നു. ഈ ഹുർമത്തൊക്കെ നഷ്ടപ്പെടുത്താനുള്ള കാരണം നമ്മുടെ ആളുകൾ ആ പോസ്റ്റിൽ വരാൻ ഉണ്ടെങ്കിലും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചിലപ്പോൾ ആരോ. സഹോദര, ശ്രദ്ധിക്കണം. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ലക്ഷണമൊത്ത മരപ്പണിക്കാരനായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകം കണ്ട വലിയ സമ്പന്നനാണ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാണ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നു. ദാവൂദ് നബി വലിയ മുതലാളിയായിരുന്നു, സമ്പന്നനായിരുന്നു. എന്നിട്ടും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടയങ്കി നിർമ്മാണത്തിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം പടയങ്കി നിർമ്മിക്കും, എന്നിട്ടത് വിൽക്കും. ചിലപ്പോ ഒരു പടയങ്കിക്ക് 4000 ദിർഹമൊക്കെ ആയിരിക്കും വില. അത് വിറ്റിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആവശ്യമായത് അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി അദ്ദേഹം ധർമ്മം ചെയ്യുമായിരുന്നു. ചെലവിനെടുത്തിട്ട് ബാക്കി അദ്ദേഹം ധർമ്മം ചെയ്യും. ചരിത്രം പറയുന്നത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പോലും തന്റെ കൈ കൊണ്ട് ജോലിയെടുത്ത കാശ് കൊണ്ടല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ജോലിന്റെ മഹത്വമാണ്. പല വിഷയങ്ങളിലും ദാവൂദ് നബിയുടെ മാതൃകയാക്കാൻ, പ്രത്യേകം മാതൃകയാക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദാവൂദ് നബിയുടെ നോമ്പ് എനിക്ക് ഇഷ്ടമുള്ള നോമ്പായിരുന്നു. സുന്നത്തോമ്പ് എല്ലാ ദിവസവും നോമ്പ് നോക്കുക. അപ്പോൾ ശരീരത്തിന് ക്ഷീണം വരും. ഒന്നിടെ വിട്ടായിരുന്നു അദ്ദേഹം ഏറിയ യാത്രയെ പറ്റി അത്ര മതി എന്ന് നമ്മുടെ നബി നമ്മളോട് കൽപ്പിച്ചു. ദാവൂദ് നബിയുടെ എല്ലാ മേഖലകളെയും നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൈകൊണ്ട് ജോലി എടുത്ത നാണയത്തുട്ടുകൾ കൊണ്ടല്ലാതെ ഒരിക്കലും അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിനൊരു വാശിയായിരുന്നു. നമ്മളിപ്പോ ഒരു മുതലാളി ജോലിക്ക് പോകണേ എന്താ പറയാ,
എന്താ പറയാൻ എത്ര പറയാൻ ഇത് കേട്ടിട്ട് ഇപ്പൊ അയാള് ജോലി നിർത്തി അപ്പം എന്താ അവർ പറയാ എന്താ വെച്ചാൽ അയാളെ വാപ്പ പറയുന്നത് അയാൾ ജോലിക്ക് അങ്ങനെ ഇത് കേട്ട അയാളെ ഒരാഴ്ചയിൽ ഒരു 3 ദിവസം ജോലിക്ക് പോകാം 3 ദിവസം ജോലിക്ക് പോകണ്ടാൻ തീരുമാനിച്ച അപ്പോൾ ഇവര് ഏറ്റവും ചെലവ് തന്നെ എന്ന് പറയും സ്ഥിരത ഇങ്ങനെ പറയും ഇതിന് ചെലവൊന്നുമില്ല ഇതിന് യാതൊരു ചെലവില്ല വെറുതെ പറയും അതിങ്ങനെ സംസാരിക്കുന്നവർക്ക് ആരെ കണ്ടാലും പിടികൂടും പള്ളിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ട്രഷറർ കാറിൽ പോയാൽ മതി പോയിക്കൂടെ പൈസന്റെ പള്ളി കമ്മിറ്റി ആ പള്ളി കമ്മിറ്റിയുടെ കാശ് ഈ കാർ ഒരു പങ്കുണ്ടാവില്ല വീട്ടിൽ കല്യാണം പറയാൻ വന്നേക്കാരും ആ വണ്ടിയിൽ അങ്ങാടി പോയി അപ്പോഴാണ് ഈ വർത്തമാനം പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പരിപാടിയൊക്കെ നിർത്തിയെടുക്കാനുള്ളത് ചില പള്ളികളിലൊക്കെ ഹൗളൊക്കെ ഉണ്ടാക്കണേ പണിക്കാർ ദേവസ്വത്തിൽ ആവൂല എന്ന് പോകും അഭിപ്രായം പഠിക്കാനായില്ല ഓരോരുത്തരും വന്ന് പൊതുവാകുമ്പോൾ അങ്ങനെയാണ് എഴുതി വാങ്ങാനാണ് ചിലയിടത്ത് ഒരു അഭിപ്രായം സ്വീകരിക്കില്ല നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിൽ നമ്മൾ തീർത്തു തരുന്നതാണ് എഴുതി വാങ്ങുന്ന അവസ്ഥയിലെത്തി മേശരി പണിക്ക് ആൾക്കാരുണ്ടാവും പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും അഭിപ്രായം പറയാൻ കൊല്ലും പ്രശ്നം സഹോദരൻ ഞാൻ പറയുന്നത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ല പണക്കാരനായിട്ടും അദ്ദേഹം ജോലി ചെയ്തു ഒരു മടിയുണ്ടായി ലോകം മടക്കി ഭരിച്ച സയ്യിദനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നല്ല പ്രഭാഷകനായിരുന്നു അദ്ദേഹം പ്രഭാഷണം നടത്തുന്നതിന്റെ ഇടയിൽ പനയോല കൊണ്ട് വട്ടി നിർമ്മിക്കുമായിരുന്നു ചരിത്രത്തിൽ അതെന്തിനാണ് ആ വട്ടി നിർമ്മിച്ചിട്ട് അദ്ദേഹം അത് വിറ്റിട്ട് അതിന്റെ കാശ് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും ഭക്ഷണത്തിനുള്ള ഒരു ജോലി എന്നുള്ളത് പരമപ്രധാനമാണ് സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഒരു കൽപ്പണിക്കാരനും അതുപോലെ മരപ്പണിക്കാരനുമായിരുന്നു എന്താ പുതിയ പണിയാണ് ചെത്തിപ്പടവിന് പോകുന്ന ഒരു കമ്പനിയും കരുതണ്ട നല്ല കാര്യമാണ് സഹോദര മഹാനായ സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജോലി ചെയ്തു എന്ന് കാണാം മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കിയ ആളായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ബോംബ് മിസൈൽ എന്നുള്ള അർത്ഥങ്ങളല്ല അന്നൊന്നും ആ സംവിധാനമില്ല ഒരു രാജ്യത്തിനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് ആയുധങ്ങൾ വേണമല്ലോ ഏത് രാജ്യത്തിന് വേണം വെറുതെ ആരെയും ആക്രമിക്കാനല്ല ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ചിലപ്പോൾ പ്രതിരോധിക്കേണ്ടി പിന്നെ ആയുധം എന്ന് പറഞ്ഞാൽ ഒരാളെ ആക്രമിക്കാനല്ലല്ലോ നമുക്ക് ആയുധം ഉണ്ടായിരുന്നാൽ ആവശ്യമാവും കത്തില്ലാത്ത വീടുണ്ടാവും എന്നപ്പോ റൈഡ് ചെയ്ത് അവർക്ക് കത്തി കിട്ടിയെന്ന് ആരെങ്കിലും പറയാറുണ്ട് ഒരു മത്സ്യം മുറിക്കണമെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി വേണം ഒരു വീട്ടിലത് ആവശ്യം എന്നാൽ മഹാനായ സക്കറിയ നബി അലൈഹിസ്സലാത്തു ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കി സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലക്ഷാമത്തൊരു വ്യവസായിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ലൊരു വ്യവസായം അവരുടെ പ്രബോധനങ്ങൾക്കൊന്നും അത് തടസ്സമായിട്ടില്ല ജനങ്ങൾ ഒരുപാട് ഉപദേശിച്ചു ആളുകൾ നന്നാകാത്തത് അവർക്ക് അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല 120 ആളുകളെ മാത്രമാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ലഭിച്ചത് മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ മദാഇനു സ്വാലിഹ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥലം അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏരിയ അതായിരുന്നു എന്നാൽ അദ്ദേഹം ഉപജീവന മാർഗത്തിന് വേണ്ടി വ്യവസായ മേഖല തെരഞ്ഞെടുത്തുന്ന ചരിത്രത്തിൽ സഹോദര അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിൽ നിന്ന് അനന്തരമായ ഒരുപാട് സ്വത്ത് ലഭിച്ച വലിയ സമ്പന്നനായിരുന്നു ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം സ്വീകരിച്ച നിലപാട് കൃഷിപ്പണിയായിരുന്നു കൃഷിക്ക് ഇസ്ലാം 1-ാം സ്ഥാനം നൽകുന്നു 2-ാം സ്ഥാനം കച്ചവടം മക്കക്കാരൊക്കെ കച്ചവടക്കാരും മദീനക്കാരധികം കൃഷിക്കാരുമായിരുന്നു മണ്ണും അങ്ങനെ എല്ലാ മണ്ണിലും എല്ലാം ഉണ്ടാവും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഒരു നല്ല കൃഷിക്കാരനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന് മുതലൊക്കെ നശിച്ചു അദ്ദേഹം വല്ലാതെ ക്ഷമിച്ചു അല്ലാഹു തആല ആ നഷ്ടപ്പെട്ട സമ്പത്തൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു എന്തെങ്കിലുമൊക്കെ ഒരു കൃഷിപ്പണി ചെയ്യലല്ല പറഞ്ഞിട്ടുള്ള കാര്യമാണ് പണ്ടൊക്കെ അടുക്കളത്തോട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ അടുക്കളക്ക് തോട്ടത്തിന് സ്ഥലമില്ല ആകെയുള്ള സ്ഥലം ഏറ്റവും ചുരുങ്ങിയ ഒരു ചെറിയ ഒരു വേസ്റ്റിന് കുഴി കുഴിക്കാൻ വരെ സ്ഥലമില്ലാത്തൊരവസ്ഥയിലാണ് നല്ല ചെറിയ മുറ്റുണ്ടല്ലോക്കെ ചെയ്ത് എല്ലാ വെള്ളമുണ്ട് റോഡിലേക്ക് ഒഴുകി പോകുന്ന അവസ്ഥയിലായി അങ്ങനെയാണ് പണ്ടൊക്കെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടായിരുന്നു അന്ന് രോഗങ്ങൾ കുറവായിരുന്നു ഒരു ചേമ്പോ ചേനയോ വെണ്ടയോ കൈപ്പയോ പയറോ
വാഴയോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതിനൊന്നും തീരെ സമയമില്ല. ഉള്ള സമയം മൊബൈലിൽ കളിക്കാനേ ആളുകൾക്ക് സമയം. ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ, പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ഒടിവ് കിട്ടിയ അപ്പ മൊബൈലുണ്ട്. അതാണ് എപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അത് കയ്യിൽ നിന്ന് ഇറക്കി വെക്കാൻ കഴിയില്ല. ഇത്രയും ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് സഹോദര, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നല്ല കൃഷിക്കാരനായിരുന്നു. അല്ലാഹുവിന്റെ ഖലീൽ എന്ന പേര് പറയപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കൃഷി ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃഷിപ്പണി ചെയ്തിരുന്നു. എന്നാൽ അതേസമയം കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ആട് കച്ചവടക്കാരനായിരുന്നു. വെറും ആട് കച്ചവടം മാത്രമായിരുന്നു എന്നല്ല, ഉപജീവനത്തിന് വേണ്ടി അദ്ദേഹം ആടുകളെ നോക്കി. അത് നല്ലൊരു കൃഷിയാണ്. അങ്ങനെ എപ്പോഴും നമ്മുടെ ചില ഏരിയകളിൽ 100 കണക്കിന് ആടുകളെയും കൊണ്ട് പോകുന്നത് കാണാം. യാത്രയിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. പറമ്പ് ചില ഉയർന്ന പ്രദേശത്തേക്ക് ഇപ്പോഴും ആടുകളെ 100 കണക്കിന് ആടുകളെ തെളിച്ചു കൊണ്ടുപോകുന്നത്. അത് കാണുമ്പോൾ ആ പഴയ കാലത്തേക്ക് ചിന്ത പോകുന്നു. എല്ലാ അധിക പ്രവാചകന്മാരും ചെയ്തൊരു ഏർപ്പാടാണ് ആടിനെ നോക്കുക എന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആടിനെ നോക്കി നടന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവായ സയ്യിദുനാ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഒരുപാട് ആടുകളെ നോക്കി ജീവിച്ച ആളാണ്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കീഴിൽ 10 കൊല്ലം ആടിനെ നോക്കി ഖുർആൻ പറയുന്നത്. ആര്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. 30-ാമത്തെ വയസ്സ് മുതൽ 40-ാമത്തെ വയസ്സ് വരെ 10 കൊല്ലം. എന്താ കാരണം എന്നറിയോ? 30 കൊല്ലം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചത് ഈജിപ്ഷ്യൻ ഭരണാധികാരിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്, രാജകീയമായി. ഈ 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ പ്രവാചകത്വ പട്ടം കൊടുക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നോക്കി വളർത്തിയ ഫറോവൻ എത്തിപ്പോവാ. പക്ഷെ അങ്ങനെ രാജകൊട്ടാരത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് വളർന്നു വന്ന മൂസാ നബി പെട്ടെന്ന് പ്രവാചകനായാൽ ജനങ്ങളോട് ഇടപെടാൻ പ്രയാസം, വേഗം ചൂടാവും. കാരണം ഒരു പ്രത്യേക മേഖലയിൽ പെട്ടെന്ന് എത്തിയ. അപ്പൊ അതിനാണ് അല്ലാഹു തആല വലിയ ത്യാഗം കൊടുത്തത്. അതിനാണ് സാഹചര്യങ്ങൾ അങ്ങനെ ഓരോ നിമിത്തങ്ങളാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ആ കൊട്ടാരത്തിലെ പാചകക്കാരനോട് കടിയടിച്ചു. അതിന് കാരണം ഉണ്ടായി, അദ്ദേഹം മരിച്ചു. അത് കാരണത്താൽ ആകെ പ്രശ്നമായി. മൂസാ നബി നാട് വിട്ടു മദീന എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അങ്ങനെയാണ് ശുഐബ് നബിയുടെ അരികെത്തുന്നത്. ശുഐബ് നബി പറഞ്ഞു, ഇത് ഫിറഔനിന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമല്ല, ഇങ്ങോട്ട് ആരും വരില്ല, നബി ആയിട്ടില്ല, 30 വയസ്സായി. അങ്ങനെ ശുഐബ് നബി എന്ത് ചെയ്തു? ഇവിടെ താമസിച്ചോളൂ. ശുഐബ് നബിക്കൊക്കെ പെൺകുട്ടികളാണ്, കുറെ ആളുകളുണ്ട്. അപ്പൊ ഈ ആളുകളെ നോക്കാനൊക്കെ പെൺകുട്ടികൾ പോകണം. അപ്പൊ പെൺകുട്ടികൾ ശുഐബ് നബിയോട് പറഞ്ഞു, എന്നാ ഇയാളെ നമ്മളെ ആടിനെ നോക്കാനെ കേൾപ്പിച്ച് എങ്ങനെ ഉണ്ടാവുന്നു? ആ ശുഐബ് നബി പറഞ്ഞു മൂസാ നബിയോട്, താങ്കൾ ഒരു 9 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം ആടിനെ നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്റെ മകളെ കൊണ്ടുചേരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ 10 കൊല്ലം തന്നെ ഇൻഷാ അല്ലാഹ് നോക്കിക്കോളാം. ഖുർആൻ പറയുന്നു. അങ്ങനെയാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 10 കൊല്ലം ആടിനെ നോക്കിയത്. ആടിനെ തെളിക്കാൻ ഉപയോഗിച്ച വടിയാണ് പിന്നെ അത്ഭുത വടിയായത്. നിലത്തിട്ട പാമ്പാകുന്ന, സമുദ്രത്തിലടിച്ചാൽ സമുദ്രം പിളർന്ന, കല്ലിനെ പാറയിലടിച്ചാൽ വെള്ളം ഇഷ്ടം പോലെ വരുന്ന ആ അത്ഭുത വടി ആടിനെ നോക്കിയത്. അതോടുകൂടെ നമ്മളുണ്ടല്ലോ, നമ്മളിപ്പോ ഗൾഫിലൊക്കെ പോയി വലിയൊരു ഇടങ്ങേറുള്ള സ്ഥലത്ത് എത്തിപ്പെട്ടാൽ പിന്നെ ഏത് ജോലി പ്രശ്നമില്ല. അവിടുത്തെ നോക്കുമ്പോഴൊന്നും ആൾക്കാർ തന്റെ ജനതയെ ധരിക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിക്കുമ്പോൾ ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ തീരെ പറഞ്ഞാൽ കേൾക്കാത്ത ടീമായിരിക്കും. കുട്ടികളെ പറ്റി പിച്ചും കഴിയും പറയാം. ഇതേ ഒരു സ്വഭാവമായിരുന്നു ഇവർക്കുണ്ടായിരുന്നു. മൂസാ നബിക്ക് അതൊന്നും വിഷയമില്ല. ഫലസ്തീന്റെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹിത്വത്തുൻ എന്ന് പറഞ്ഞ് പ്രവേശിക്കാനാണ് മൂസാ നബി അവരോട് പറഞ്ഞത്. അതായത് ഞങ്ങൾ ദോഷം കൊടുക്കണമെന്നില്ല. തല അല്പം കുരിച്ച് കയറിക്കൊള്ളുകയാണ്. ഇവരെങ്ങനെ കയറി അറിയുന്നത്? തല നിർത്തി പിടിച്ച് നിലത്തിൽ നിന്നിട്ട് ഇറങ്ങിയാണ്. ഭയങ്കര വാശി. ഹിത്വത്ത് എന്ന് പറയാൻ പറഞ്ഞപ്പോ ദോഷം പുറത്തു കൊണ്ടാണ്. അതുപോലെ പറഞ്ഞ ഹിത്വത്തുന്നാണ്. അതേപോലെ വേറെ വാക്ക് ഉപയോഗിച്ചു, ഗോതമ്പ് കൊണ്ടറപ്പ്. ദോഷം പൊറുക്കനെ വെറും വാശി. തല അല്പം കുടിച്ച് നിങ്ങൾ കയറിക്കോളി എന്ന് പറഞ്ഞ പോലെ തല നല്ല നിർത്തി പിടിച്ച് എന്ത് ചെയ്തു? തീരെ വളയാൻ നിലത്തിരുന്നിട്ട് ബാക്കിലേക്കാണോ എന്ത് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി. അത്രക്കും വാശിക്കാരായിരുന്നു.
എന്നാൽ നോക്കൂ, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ക്ഷമയോടുകൂടെ ആ ജനതയെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. എന്തായിരുന്നാലും ആടിനെ നോക്കി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശുഐബ് നബിയും നമ്മുടെ നബിയൊക്കെ പറഞ്ഞു. പിന്നെ ഒരു പഴത്തെ പറ്റി പറഞ്ഞു. അപ്പോ ചില സ്വഹാബിമാര് പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് എങ്ങനെ ഈ പഴത്തെ പറ്റി പിടുത്തം കിട്ടിയത്? ഇത് മലയുടെ മുകളിലുള്ള പഴമാണല്ലോ, മാത്രമല്ല ഇത് ആടിനെ നോക്കുന്ന ആളുകൾക്ക് മാത്രം അറിയുന്ന പഴമാണല്ലോ നബിയെ. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആടിനെ നോക്കാത്ത പ്രവാചകന്മാരെ ആരാണുള്ളത്? നബിയെ നിങ്ങൾ ആടിനെ നോക്കാനൊക്കെ പോയോ? ഇത് ആടിനെ നോക്കുന്ന ആളുകൾ അറിയുന്ന മലയുടെ ഭാഗത്തുള്ള പഴമാണല്ലോ. നബി ചോദിച്ചാണ്, ആരാണ് ആടിനെ നോക്കാതെ അടുത്തതായിട്ട് ആരാണുള്ളത്? അപ്പൊ അള്ളാന്റെ തിരുദൂതർ പോലും ആടിനെ നോക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ ഹദീസ് പഠിച്ചിട്ടാണ് മഹാനായ തൃപ്പഞ്ചി സ്ഥാപിച്ചത്. അദ്ദേഹം ഒരു വലിയായിരുന്നു. അദ്ദേഹം ആടിനെയും കൊണ്ട് മലയിലേക്ക് കയറി. ആ സുന്നത്തെടുക്കാൻ വേണ്ടിയിട്ട് ആടിനെ കൊണ്ട് മല. അപ്പൊ ആരെങ്കിലും ഒരു ആടിനെ കയറും പിടിച്ച് അതിന് പുല്ല് കൊടുക്കുമ്പോ, അതിന് തീറ്റ കൊടുക്കുമ്പോ അതിന് ചെറുതായി കാണാൻ പാടുണ്ടോ? ഇല്ല, നല്ല കാര്യം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം തോട്ടം നനയ്ക്കുന്ന പണിക്ക് പോയി. ഒരു തോൽപാത്രത്തിൽ വെള്ളം മുക്കി നനച്ചാൽ അതിന് അദ്ദേഹത്തിന് കൂലി കിട്ടുന്നത് ഒരു കാരക്കാരൻ. ഒരു തോൽപാത്രത്തിൽ വെള്ളം മുക്കിയിട്ട് അദ്ദേഹം തോട്ടം നനക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഒരു കാരക്കാരൻ. അങ്ങനെ നല്ലൊരു ഹലാലായ ജോലി എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ നിലക്കും തികഞ്ഞൊരു അറിയപ്പെട്ട കർഷകനായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് ഹദീസുകൾ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നല്ലൊരു കർഷകനായിരുന്നു. ഒരിക്കൽ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഒരു സൂഫിയെ കാണാൻ വേണ്ടി പോയി. ശ്രദ്ധിക്കണം, ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ലോക പ്രശസ്തനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു സൂഫിയായ ആളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. ഒരു പ്രതിഭക്കല്ലേ മറ്റൊരു പ്രതിഭയെ തിരിയും. ഒരു സൂഫി വര്യനായ ആളെ കാണാൻ വേണ്ടി ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പോവാൻ ചെല്ലുമ്പോ ഈ സൂഫി തന്റെ കൃഷിയിടത്തിൽ വിത്ത് വതക്കണം. കുറെ പണിക്കാരുണ്ട്, കുറെ ഉഴുത് മറിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇദ്ദേഹം വിത്ത് വരയ്ക്കാറ്. ഇത് കണ്ടപ്പോ ഗസാലി ഇമാമിനെ കണ്ടതോടുകൂടെ അദ്ദേഹത്തിന്റെ കയ്യിലൊരു വട്ടിയുണ്ട്, കൊട്ട. ആ കൊട്ടയിലാണ് വിത്ത്. ഈ വിത്ത് ഇദ്ദേഹം തന്നെ ഇങ്ങനെ വെതറാണ്. ഗസാലി ഇമാമിനെ കണ്ടതോടുകൂടെ ഇദ്ദേഹം ചെയ്തു, ഇദ്ദേഹം പിന്നെ ആ കൊട്ട അവിടെ താഴെ വെച്ചിട്ട് വേഗം ഗസാലി ഇമാമിന്റെ അരികിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ പിന്നെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ സൂഫി വര്യന്റെ ജോലിക്കാര കൂട്ടത്തിൽപ്പെട്ട ഒരാള് വന്നിട്ട് ആ കൊട്ട എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു, ഇത് വതറാൻ വേണ്ടി. അപ്പോ ഈ സൂഫി ഞാൻ വിതക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കാൻ. ഈ സമയത്ത് അൻസാരി ഇമാം ഈ സൂഫി വര്യനോട് ചോദിച്ചു, അത്രേ നിങ്ങൾക്കെന്താ അത് ആ ജോലിക്കാരെ ഏൽപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ഇത്ര പ്രയാസപ്പെടണം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സൂഫി വര്യൻ പറഞ്ഞത്, ഞാൻ ഓരോ പിടിയും എടുത്തിട്ട് ഇത് വിതക്കുന്ന സമയത്ത് ഓരോന്നിനും ഞാൻ ബിസ്മി ചൊല്ലും. അപ്പൊ അത് കാരണത്താല് ഇത് മുളച്ചു വരുമ്പോൾ അതിൽ ബർക്കത്തുണ്ടാവും. ഇത് അവരെ ഏൽപ്പിക്കുമ്പോൾ ഇവർ ഓരോ പിടി എറിയുമ്പോഴും ചിലപ്പോൾ ബിസ്മി ചൊല്ലിക്കൊള്ളണം എന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിന് ഒരു തൃപ്തി വരാനാണ് ഞാൻ തന്നെ അവരെ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടും ഇത് ഞാൻ തന്നെ വിതക്കുന്നത്, വിതറുന്നത്. അതിന്റെ രഹസ്യം ഇതാണ് എന്ന് സയ്യിദുനാ അൻസാരി ഇമാം റഹിമഹുള്ളയോട് ആ സൂഫി വര്യൻ പറഞ്ഞു വന്ന ചരിത്രം പറയുന്നു. അദ്ദേഹം വലിയൊരു സൂഫിയായിട്ടും അദ്ദേഹം പാടത്ത് പണിക്ക് പോയി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. ഇതിൽ നിന്നൊക്കെ അനുവദനീയമായ ഒരു നല്ല ഹലാലായ രൂപത്തിലുള്ള ഒരു ജോലി വേണമെന്നാണ്. ഈ റോഡിന്റെ സൈഡിലൊക്കെ കാണാൻ ചെറിയ കച്ചവടങ്ങൾ, ചെറിയ ചെറിയ കച്ചവടങ്ങൾ, പച്ചക്കറിയായിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ട്. ചിലയിടത്ത് കാണാൻ എണ്ണ മാത്രം വിൽക്കുന്നത് കാണാം, പേരുകളായിട്ട്. തണുപ്പുള്ള സമയത്ത് ഉപയോഗിക്കുന്ന തൊപ്പികൾ മാത്രം ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ട് തൂക്കിയിട്ടിട്ട് അങ്ങനെ വിൽപ്പന നടത്തുന്നത് കാണാം. ടീഷർട്ടുകൾ മാത്രം വിൽപ്പന നടത്തുന്ന ചില സ്ഥലങ്ങളിൽ കാണാം. എല്ലാം തിരിയും, ഏതൊക്കെ കളറുകൾ അങ്ങനെ അലക്കിട്ടതുപോലെ. ഇതൊക്കെ ഓരോ ഉപജീവന മാർഗത്തിന്റെ വഴികളാണ്. അവരൊക്കെ നമ്മളെല്ലാം പരിഗണിക്കും. എന്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് അവിലുമായിട്ട് വരുന്ന ഒരാൾ ആവശ്യമെങ്കിലും വാങ്ങുക എന്ന്, അത് വെറുതെ കളയാനാണെന്നുള്ള അർത്ഥത്തിലല്ല.
എന്താ കാരണം? അദ്ദേഹം സ്ഥിരമായിട്ട് നമ്മൾ പ്രതീക്ഷ വരാം. സ്ഥിരമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുന്ന വീട്ടിലേക്ക് മാത്രം അദ്ദേഹം വരാം. അദ്ദേഹത്തിന്റെ ഉപജീവനം, അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങൾക്ക് അദ്ദേഹം അവരെ നോക്കാനുള്ള ചെലവ് സത്യത്തിൽ ആ നല്ല മേഖല തെരഞ്ഞെടുത്തതാണ്. സ്ഥിരമായിട്ട് വരില്ല. ചിലപ്പോൾ അയാൾ ആദ്യം വന്നതിന്റെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും അദ്ദേഹത്തെ മടക്കാൻ നമുക്ക് തോന്നില്ല. നല്ല മേഖല തെരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ അതൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ പാക്കറ്റുകളുമായിട്ട് നടക്കുന്നവരുണ്ട്. അറിയില്ല, നമ്മളെടുത്തൊന്നും വരില്ല. മയക്കുമരുന്ന്, കഞ്ചാവ്, അതും ഒരു മേഖല തന്നെയാണ്. പക്ഷെ അവനെ പടക്കം വെറുതെ വിടൂല. സഹോദര, മദ്യവിൽപ്പന നടത്തുന്നവരില്ലേ, മദ്യഷാപ്പിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ട് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ സഹോദരങ്ങളില്ലേ, എത്ര വലിയ പാപമാണ് അവർ ചെയ്യുന്നത്. ആ പാപത്തിന്റെ ശമ്പളം ആ കുടുംബം പോലും അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരും. എത്രയോ ആളുകളാണ് പലിശക്ക് പണം കൊടുത്ത് ജീവിക്കുന്ന ആളുകളിലെ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, സുഖമാണ്. കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, നല്ല പരമസുഖാണ് എന്ന് നമ്മൾ തോന്നിപ്പോവും. പക്ഷെ അതൊരു സമയത്ത് ഉണ്ടാവും. പിന്നെ നമ്മൾ കേൾക്കുന്നത് അറിഞ്ഞില്ലേ, എന്തൊക്കെയോ സംഭവിച്ചെന്നാ കേൾക്കുന്നത്. ഇപ്പൊ വീട് വിറ്റു എത്ര ആളുകളുണ്ട്. ഒരു വരവിന് വരുന്നതായിട്ട് അതേപോലെ ബർക്കത്തില്ല സഹോദര, ബർക്കത്തില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന് രാവിലെ തന്നെ പോകുമ്പോ ആ ഉപജീവന മാർഗത്തിന് വിശാലത കിട്ടാൻ ചെല്ലാളൊക്കെ ചെല്ലിയിട്ട് പോകണം. കഴിഞ്ഞാഴ്ച പറഞ്ഞു 100 വട്ടം ചൊല്ലണം ഇല്ലേ, പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ പോകുമ്പോ റബ്ബിന്റെ സഹായം അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും അല്ലാഹു തആല പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ في الأرض يبتغون من فضل الله. നിങ്ങളുടെ കൂട്ടത്തിലെ രോഗികളുണ്ടാകുമെന്ന് അവൻ അറിയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഭൂമിയിലൂടെ അവന്റെ ഫളിൽ നിന്ന് തേടിപ്പിടിക്കുന്നതിന് വേണ്ടി സഞ്ചരിക്കുന്നവരുമുണ്ട് എന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ രാത്രി മുഴുവൻ നിസ്കരിച്ച് പ്രയാസപ്പെടേണ്ട. ഒരല്പമെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ചു. وآخرون يقاتلون في سبيل الله. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മയുദ്ധം ചെയ്യുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട് എന്ന് അല്ലാഹുവിനറിയാം. ഒരു അനിവാര്യ ഘട്ടത്തിൽ ഇസ്ലാമിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അനിവാര്യ ഘട്ടത്തിൽ യുദ്ധത്തിന്റെ വഴികൾ പരമാവധി നിയമങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇസ്ലാമിന് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചതിന് ആ തെറ്റ് തിരുത്താണ്. സഹോദര, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ നിർബന്ധിത ഘട്ടത്തിൽ മാത്രം വന്നതാണ്. പരമാവധി ഒരു യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പരമാവധി വിട്ടുവീഴ്ച ചെയ്തു. ജന്മനാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ മദീനയിലേക്ക് പലായനം ചെയ്യാൻ പറഞ്ഞു. അബിഷയിലേക്ക് പലായനം ചെയ്തു. മക്കയിൽ ജന്മനാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോ അപ്പോഴും ഉള്ള അനുയായികളെ കൊണ്ട് അവരോട് തിരിച്ചടിക്കാൻ അല്ലാഹു കൽപ്പിച്ചില്ല. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. റസൂൽ തിരിച്ചടിച്ചിരുന്നെങ്കിൽ തിരിച്ചടിച്ചില്ല. അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ നാട് വിട്ടുപോയി. എന്നിട്ട് മദീനയിൽ ചെന്നപ്പോ അവിടെയും ജീവിക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥ. മദീനക്കാര് കൃത്യമായി പുണ്യനബിയെ സ്വീകരിച്ചപ്പോ ജൂത കബീരകളെ കൂട്ടുപിടിച്ച് മക്കക്കാര് വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു. അങ്ങനെ നമ്മളെ അടിക്കാൻ ഇങ്ങോട്ട് വന്ന് വേറൊരു വഴിയില്ലാത്ത സമയത്താണ് നമ്മുടെ 3 ഇരട്ടിയുള്ള സർവായുധ വിഭൂഷിതനായ സേനയോട് നിമിതങ്ങൾ ഏറ്റുമുട്ടിയത്. ആദ്യത്തെ യുദ്ധം ഭദ്രവള്ളം ഗത്യന്തരമില്ലാതില്ല, വേറെ വഴിയില്ല. വല്ലാതെ കടിക്കുമ്പോൾ ചേരനെ വല്ലാതെ ചവിട്ടിയ ചേര കടിക്കുന്നു. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തിരിച്ചടിച്ചു. ഇസ്ലാം ഒരു കുഴപ്പത്തിന്റെ മതമായിരുന്നുവെങ്കിൽ സഹോദര, 12,000-ഓളം അനുയായികളോടുകൂടെ മക്കയിലേക്ക് പ്രവേശിച്ച നിമിതങ്ങൾ, ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന നിമിതങ്ങൾ, അന്ന് ശത്രുക്കൾ അല്ലാതെ തിരുതരുടെ മുന്നിൽ ഒരു നരിയുടെ പുലിയുടെ മുന്നിൽപ്പെട്ട ഒരാളെ പോലെ വിറക്കുമ്പോ അള്ളാന്റെ തിരുദൂതർ പ്രതികാരം ചെയ്തു. അവരോട് നേരത്തെ തന്നെയും തന്റെ അനുയായികളെയും ഈബലസമായ രൂപത്തിൽ പീഡിപ്പിച്ച അവരും അവരുടെ പിൻഗാമികളും തന്റെ മുന്നിൽ കിട്ടുമ്പോ പകരം വീട്ടാമായിരുന്നു. എന്താ ചെയ്തത്? ഇത് നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, നിങ്ങൾക്ക് വിടുതി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പൊതുമാപ്പ് കൊടുക്കാൻ മാത്രം വിശാല മനസ്കനായി. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ നബിയേ. വല്ലാത്തൊരു വിട്ടുവീഴ്ച മനോഭാവമാണ്. ചരിത്രത്തിലുള്ളൊരു സംഭവമാണ് സഹോദര.
അപ്പൊ പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ വെറുതെ കുഴപ്പമുണ്ടാക്കുക എന്ന ഒന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ചിലരൊക്കെ നമ്മുടെ പേരിൽ നടത്തുന്ന ലോകത്തിന്റെ ചില തീവ്രവാദികൾ, മനുഷ്യന്റെ കഴുത്തറക്കാൻ യാതൊരു മടിയില്ലാത്തവർ, അവരൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവരല്ല. ഇസ്ലാം യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ മത. കാരണം നിർബന്ധിപ്പിച്ചോ മറ്റോ ഒരാളെ ഇസ്ലാമിലേക്ക് കൂട്ടേണ്ട ആവശ്യം നമുക്കില്ല. മനസ്സിലുറക്കാതെ ഒരാളുടെ ഇസ്ലാം സ്വീകരിക്കില്ല. നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്വമേധയാ തീരുമാനിക്കണം. നിർബന്ധിത ഘട്ടത്തിലാകരുത്. ഇതാണ് ഇസ്ലാമിന്റെ നയം. ഇത്ര ആളുകൾ ഉണ്ടാക്കണം എന്നുള്ള കടമ പ്രവാചകന്മാർക്കോ അതല്ലെങ്കിൽ സഹോദര പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾക്കോ അല്ലാഹു തആല നിയമം കൊണ്ടുവന്നിട്ടില്ല. നൂഹ് നബിക്ക് ആകെ കിട്ടിയത് 80 ആളുകളാണ്. 980 കൊല്ലം പ്രവർത്തിച്ച് അദ്ദേഹത്തെ അല്ലാഹു ആക്ഷേപിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഉലുൽ അസ്മുകളിൽപ്പെട്ട 5 ഏറ്റവും സ്ഥാനമുള്ള പ്രവാചകന്മാരിൽ അല്ലാഹു ഒരാളാക്കി മാറ്റി. ആക്ഷേപിച്ചോ? ഇല്ല. അതാണ് ഇസ്ലാമിന്റെ നയം. ഞാൻ പറയുന്നത്, യുദ്ധം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിക ചരിത്രത്തിൽ നബി നേരിട്ട് നേതൃത്വം കൊടുത്തതും നബി ആളെ വിട്ടും ചെയ്യിച്ച ഒരുപാട് യുദ്ധങ്ങളുണ്ട്. അതിൽ മൊത്തം കൊല്ലപ്പെട്ട ആളുകൾ എത്ര? 2 പക്ഷത്തിൽ നിന്ന്. അത് ഇന്നൊരൊറ്റ സ്ഫോടനത്തിൽ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. എന്തിനാണ് കൊല്ലപ്പെട്ടു എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. സ്ഫോടനങ്ങൾ, ചാവേറുകൾ വരെയാണ്. നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. എങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന അനിവാര്യ ഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളോ, യുദ്ധക്കളത്തിൽ പോലും ഒരു ശത്രു ആരാധിക്കുന്ന സമയത്ത് അയാളൊന്നും ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു. യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശത്രുക്കളുടെ മരങ്ങളോ മറ്റോ കൃഷികളോ നശിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഒരിക്കലും ആക്രമിക്കപ്പെടരുത് എന്ന് പുണ്യനബി പ്രത്യേകം പഠിപ്പിച്ചു. ഇസ്ലാമിന് മാത്രമേ ഇത് കാണൂ. നിർബന്ധിത ഘട്ടത്തിൽ മാത്രം. അതും ബദർ യുദ്ധത്തിൽ ഇങ്ങോട്ടടിക്കാൻ വന്ന 70 ആളുകൾ, ഇങ്ങോട്ടടിക്കാൻ വന്ന 1000 ആളുകൾ, അതിൽ 70 ആളുകളെ ബന്ദികളാക്കി പിടിച്ചിട്ട് അവർക്ക് പോലും മാപ്പ് കൊടുത്തു. ഇസ്ലാമിക ഭാരതം. ബദർ ഉഹദ് പറഞ്ഞിട്ട്, ജഅഫർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഇസ്ലാമിൽ തീവ്രവാദം ഉണ്ടാക്കാൻ ചില ആളുകൾ നോക്കാറുണ്ട്. ശരിയല്ല. ആ സാഹചര്യം മനസ്സിലാക്കി. ഇബാദത്തിനാണ് അല്ലാഹു നമ്മളെ പഠിച്ചത്, യുദ്ധം ചെയ്യാനല്ല. ചില ആളുകളുടെ പ്രചാരണം കേട്ടാൽ തോന്നിപ്പോകും അല്ലാഹു പഠിച്ചത് യുദ്ധം ചെയ്യാനാണ്. അല്ല, ഇബാദത്ത് ചെയ്യാനാണ്, അള്ളാഹിനെ കീഴ്പ്പെട്ട് ജീവിക്കാൻ. അതിന് പറ്റാത്തൊരവസ്ഥ വന്നപ്പോ യുദ്ധം വേണ്ടി വന്നിട്ടുണ്ട്. അതും വ്യക്തികൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അതിന് നേതൃത്വം വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട്ട് ആഹ്വാനം വരാതെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് ആഹ്വാനം വരാതെ നമ്മളങ്ങനെ യുദ്ധത്തിനാണ് നമ്മൾ. ഇവിടെ നമുക്ക് അൽഹംദുലില്ലാഹ് എത്ര റാഹത്താണ്. എന്തിനാ യുദ്ധം? സൗദി അറേബ്യയിൽ ഇല്ലാത്ത സൗകര്യവും സഹോദര മതേതര രാജ്യമായ ഇന്ത്യയിൽ, ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് അഭിപ്രായം. ഗാന്ധിജിന്റെ നാട്ടിൽ ചിലപ്പോ പല പ്രശ്നങ്ങളുണ്ട്. മലപ്പുറത്ത് ഇവിടെ എന്തൊരു സൗകര്യം. രാത്രി 10 മണി വരെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2 മണിക്കാണ് കോഴിമുട്ട ലേലം ചെയ്യുന്നത്. ആ മഹലിൽ 500 വീടുണ്ടെങ്കിൽ 500 വീടും കേൾക്കും. ആ ജാതി ലേലം വരും. എന്താ പോലീസ് നിയമം ഇരുത്താനുള്ള ക്ഷേത്രത്തിലെ നേരം നമ്മൾ പരാതിക്ക് പോകണില്ല, അവരും പരാതിക്ക് പോകുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാം എന്ന് കരുതിയിട്ട് പിടുത്തം വിടണമെന്നല്ല. ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയുടെ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് പുറത്തത് മുഴുവൻ പുറത്ത് കൂടുന്ന സ്ഥലങ്ങളാണ്. എല്ലാം എല്ലാ ദിവസവും എന്തെങ്കിലും ബദർ മൗലൂദ്, അതുപോലെ തന്നെ എല്ലാം മൈക്ക് കൂടി വേണം. സൈലന്റ് ആയിട്ട് ചെയ്യണം. ആത്മീയ കാര്യങ്ങളുടെ അതിന്റെ ആ സുഖം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. വേറുള്ളവർക്ക് ശല്യം വേണ്ട, വേറുള്ളവർക്ക് ശല്യം വേണ്ട. എന്നാ അടിയന്തര കാര്യങ്ങൾ നമുക്ക് ലൗഡ് സ്പീക്കറിലൂടെ വിടേണ്ടി വരും. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരമാണ്. എല്ലാവർക്കും. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് സഹോദര, തഹജ്ജുദിന്റെ നിർബന്ധം അല്ലാഹു പിൻവലിക്കാനുള്ളൊരു കാരണമാണ് യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. രാത്രി മുഴുവനും ഉറപ്പുവെച്ചാൽ പ്രയാസം വരും. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരാവശ്യമില്ല. അല്ലാഹു നമുക്ക് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം നമുക്ക് ദുആ ചെയ്യാം. വീണ്ടും അല്ലാഹു പറയുന്നത്, ഫഖറഉ മാ തയസ്സറ മിൻ
പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് എളുപ്പമായത് ഓതിയിട്ട് നിങ്ങൾ നിസ്കരിച്ചോളൂ. അള്ളാഹു കൽപ്പിക്കാം. അപ്പൊ കുറച്ചുകൂടെ നിസ്കരിക്കാം. ഉള്ളത് നമ്മൾ ശരിയാക്കി. ഒരു 2 റക്അത്താണെങ്കിലും അത് അതിന്റെ ആ കോലം പോലെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിക്കും. അടുത്തത് അല്ലാഹു പറയുന്നത് വഅഖീമുസ്സലാഹ വആതുസ്സകാ വഅഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ. അല്ലാഹു പറയുന്നത് വഅഖീമുസ്സലാഹ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. വആതുസ്സകാ, നിങ്ങൾ സകാത്ത് കൊടുക്കണം. വഅഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ, അല്ലാഹുവിന് നല്ല രൂപത്തിൽ കടം കൊടുക്കണം. തെറ്റിദ്ധരിക്കും ചിലപ്പോൾ ചിലർ. എന്ത് അള്ളാഹിക്ക് നല്ല രൂപത്തിൽ കടം കൊടുക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരെ തെറ്റിദ്ധരിക്കും. എന്ത് അള്ളാഹിക്ക് നല്ല രൂപത്തിൽ കടം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറ്റ പാത്രരായോ? ആവണ്ണം അള്ളാഹച്ചവൻ താൻ തന്നെ യാഗൗസുള്ളാവിളിച്ചോവർ എന്ന് അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുമ്പോൾ ചിലർ പറയും ഗൗസുൽ ആലം എന്ന് പറഞ്ഞാൽ വലിയ സഹായം, വലിയ സഹായം. അപ്പൊ അള്ളാഹുവിനിക്ക് ഒരു വലിയ സഹായിയുടെ ആവശ്യം വന്നോന്ന് തെറ്റിദ്ധരിക്കും. അപ്പൊ അങ്ങനെ ഇവിടെ എന്താണെന്ന് പറയാം, അള്ളാഹ്ക്ക് നല്ല രൂപത്തിൽ കടം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവളെ പാപ്പരായി അല്ല. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അത്ര ബുദ്ധിമുട്ടില്ല, നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. സഹോദരനെ സഹായിക്കുന്നത് അള്ളാഹിനെ സഹായിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നത് അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നത് പോലെയാണ്. ശുദ്ധ ദീനിന് ഒരുപാട് സഹായം ചെയ്തു ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, അള്ളാഹ്ക്ക് നല്ല രൂപത്തിൽ കടം കൊടുക്കണം. ആദ്യം നിസ്കാരം അള്ളാഹുമായി ബന്ധപ്പെട്ടത് ശാരീരികമായ ഒന്നാണ്. ശാരീരികമായി നമ്മൾ അള്ളാഹുവിനോട് ബന്ധപ്പെടണം. സക്കാത്ത് പറഞ്ഞതോ അത് സാമ്പത്തികമായ വിഷയമാണ്. അത് കൊടുക്കുമ്പോൾ സാമൂഹികമായി ബന്ധം നമ്മൾ ദൃഢമാക്കുകയാണ്. ആദ്യം വന്ന നിസ്കാരത്തിന്റെ കാര്യമാണ്. 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. സമയബന്ധിതമായി നിർവഹിക്കണം. എപ്പോഴെങ്കിലും നിർവഹിച്ചാൽ ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, നിസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമായി നിർവഹിക്കണം, സമയം കണക്കാക്കി എന്ന് മാത്രമല്ല അത് നിസ്കരിക്കുന്ന സമയത്ത് വളരെ ഭക്തിയോടുകൂടെ നിസ്കരിക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അള്ളാഹു പറയുന്നത് മോമിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഏത് മോമിനീങ്ങളാ വിജയിച്ചത്? അവർ അവരുടെ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന മോമിനീങ്ങൾ വിജയിച്ചു. അല്ലാത്തവർ പരാജയപ്പെട്ടു. ഭക്തി നിസ്കാരത്തിന് നല്ല ഭക്തി. സ്വഹാബത്ത് പറയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് തന്റെ വലതുഭാഗത്തുണ്ട്, തന്റെ ഇടതുഭാഗത്തുണ്ട് എന്ന് ഒരു നിസ്കരിക്കുന്ന ആൾ അറിയാൻ ശ്രമിക്കാതിരിക്കൽ അതാകുന്നു ഭക്തി. തന്റെ വലത്ത് തന്റെ ഇടത്ത് എന്താണ് ആരാണ് അതൊന്നും ചിന്തിക്കാതിരിക്കുക, അതറിയാൻ ശ്രമിക്കാതിരിക്കുക. ഇതാണ് സഹോദര ഭക്തി എന്ന് പറയുന്നത്. ആര് പറയുന്നു? സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വളരെ ശ്രദ്ധിക്കണം, ഭക്തി പോകരുത്. അങ്ങനെ നിസ്കരിക്കണം. അതോടുകൂടെ സക്കാത്ത് കൊടുക്കണമെന്നാണ്. സക്കാത്ത് അത് വലിയൊരു വിഷയമാണ്. അവിടെയാണ് ആളുകൾ അധികവും പഴിച്ചു പോകും. ഒരു സംഭവം പറയും, നല്ല ശ്രദ്ധിക്കും. അള്ളാഹു പറയുന്നത് ഇവിടെ നിങ്ങൾ സക്കാത്ത് കൊടുക്കണമെന്നാണ്. സക്കാത്ത് സമ്പത്തിന്റെ വിഹിതം നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ഒരു സംഭവം പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയോട് വളരെയധികം ബന്ധമുള്ള ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, സഅലബ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കും. പക്ഷെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. ഈ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് പോകരുത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോവുക എന്നുള്ളത് അത് പിന്നെ മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അർജന്റ് ഉണ്ടെങ്കിൽ നമ്മൾ തിരക്ക് അഭിനയിക്കരുത്, വെറുതെ. അത് മുനാഫിക്കിന്റെ അടയാളം. മുനാഫിക്ക് കപട വിശ്വാസി, ആളെ കുപ്പിയിലാക്കാൻ വേണ്ടി വെറുതെ നിസ്കാരത്തിൽ പങ്കെടുക്കും. ഒനന്ത് ദുആ, ഒനന്ത് ദിക്ർ, എന്ത് തസ്ബീഹ്, എന്ത് തഹ്മീദ്, ഒന്നും താല്പര്യം ഉണ്ടാവില്ല. ഒരു മോമിനായ മനുഷ്യനുണ്ടാകണം ആ ചൊല്ലാളൊക്കെ ചൊല്ലി ഒരു 33 വട്ടം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 100 പൂർത്തിയാക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അങ്ങനെയൊക്കെ ചൊല്ലിയിട്ട് ദ്വാരന്നിട്ടാണ് എന്ത് ചെയ്ത് പോകേണ്ടത്. ഈ സഅദ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിച്ച ഉടനെ എഴുന്നേറ്റ് പോകും. ഒരിക്കൽ നബി പിടിച്ചു, എന്നിട്ട് ചൂടായി ചോദിച്ചു, മാലക തഅമലു അമലൽ മുനാഫിഖീന ബിതഅജീലിൽ ഖുറൂജ്, അങ്ങനെ ഈ ധൃതി പിടിച്ച് പുറപ്പെട്ട മുനാഫിക്കിന്റെ പണിയാണ് താങ്കൾ ചെയ്യുന്നത്. കപട വിശ്വാസികളുടെ പണിയാണ് താങ്കൾ ചെയ്യുന്നത്. ഈ ധൃതി പിടിച്ചുള്ള ഈ ഇറങ്ങിപ്പോക്കുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞ ഉടനെ, ഇത് മുനാഫിക്കിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, സുബഹി നിസ്കരിച്ചാൽ ഞാൻ ഉടനെ പോകാനുള്ള കാരണം എനിക്കും എന്റെ ഭാര്യക്കും ആകെ ഒരു വസ്ത്രമാണുള്ളത്. പറയാം, എനിക്കും എന്റെ ഭാര്യക്കുള്ളത് ആകെ ഒരു വസ്ത്രം. ഞാൻ ആ വസ്ത്രം ധരിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്റെ ഭാര്യ നഗ്നയായിട്ട് റൂമിലിരിക്കണം. ഞാൻ വേഗം പോകുന്നത് എന്റെ ഭാര്യക്ക് സുബഹി ഖളാആകാതിരിക്കാനാണ്. ഞാൻ ചെന്നിട്ട് ഈ വസ്ത്രം കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ. അപ്പൊ ഞാൻ നഗ്നനായിട്ട് റൂമിലിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. സ്വഹാബിക്ക് അതിന് മാത്രം ബുദ്ധിമുട്ടും ദാരിദ്ര്യമാണ്. പക്ഷെ മൂപ്പരെന്ത് ചെയ്തു? കിട്ടിയ ചാൻസിൽ നബിയോട് ഇങ്ങനെ പറഞ്ഞു, അള്ളാന്റെ തിരുദൂതരെ അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യും, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യും, സമ്പത്ത് കിട്ടാൻ വേണ്ടി, ഉപജീവനത്തിൽ ഒരു വിശാലത കിട്ടാൻ അങ്ങ് എനിക്ക് ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ അള്ളാഹുവിന്റെ റസൂലിൽ എനിക്ക് വ്യക്തമായ ഒരു നല്ല മാതൃകയില്ലേ, ഉത്തമ മാതൃകയില്ലേ, ഞാൻ സമ്പത്ത് വളരെ കമ്മിയാണ്, താങ്കൾക്ക് മതിയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല നബി, എനിക്ക് കുറച്ച് സമ്പത്ത് കിട്ടുന്നത് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇപ്പൊ താങ്കൾക്കും താങ്കളുടെ ഭാര്യക്കും ഒരു വസ്ത്രമാണെന്ന് പറഞ്ഞു. അത് താങ്കൾ നന്ദി ചെയ്യുന്ന മുതലാണ്. നന്ദി ചെയ്യാതെ കുറെ സമ്പത്ത് ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് താങ്കൾക്ക് ഇതാണെന്ന്. അപ്പോ അദ്ദേഹം, അല്ല നബി, അങ്ങ് ദ്വാരക്കുന്നു. അതായത് അല്ലാഹു റസൂൽ കൂടാതെ യാത്രാവസ്ഥയാണ് അദ്ദേഹത്തിന് മുതൽ കിട്ടാൻ. സഹോദര, അദ്ദേഹത്തിന്റെ നമസ്കാരത്താണത്തിനെ പറ്റി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സുജൂദ് അനുകരിപ്പിച്ച് നെറ്റിയിൽ അടയാളം, അതിന് മാത്രം പള്ളിയോടും മറ്റും ബന്ധമുള്ള ആളായിരുന്നു. ഒരാടിന് അദ്ദേഹത്തിന് ലഭിച്ചു നബിദ്വാരം കാരണം. പിന്നെ അങ്ങനെ ആടുകൾ പെരുത്തി മദീനയിലെ ഒരു മല നിറച്ച ആടാൻ അദ്ദേഹം സ്വർണ്ണ പള്ളിയിൽ വരാതെ. പിന്നീട് മദീനയുടെ അതിർത്തി വിട്ടുകടന്ന് അടുത്ത മലയിലേക്ക് ആടുകൾ നീണ്ടു. അദ്ദേഹം മഗ്രിബും ഇശാവും സുബഹിയും ജമാഅത്ത് ഒഴിവാക്കി. അദ്ദേഹം മലയിൽ തന്നെ കൂടി ആഴ്ചയിലൊന്ന് പള്ളിയിൽ വരും വെള്ളിയാഴ്ച. പിന്നെ അതും നാട്ടിലെന്തെങ്കിലൊക്കെ ഉണ്ടോ അറിയാൻ അദ്ദേഹം അതുവഴി പോകുന്ന യാത്രക്കാരോട് ചോദിക്കും, നാട്ടിലത്തെ അവസ്ഥ എന്താണ്, ആരൊക്കെ മരിച്ചു, ആരൊക്കെ രോഗിയായി. അതല്ലാതെ അയാൾക്ക് വരാനോ മറ്റോ സമയമല്ല. അപ്പൊ നിസ്കാരത്തിന് വരുന്നില്ല, ഒരു കാര്യമില്ല, ജുമുഅത്തിന് വരുന്നില്ല. ഭയങ്കര മുതലാളിയായി. അദ്ദേഹം നബിയോട് പറഞ്ഞതറിയോ? ആദ്യം നബി, എനിക്ക് സമ്പത്തുണ്ടായാലും ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സമ്പത്തുണ്ടായാൽ ഞാൻ കൃത്യമായിട്ട് ധർമ്മം ചെയ്യും, സ്വതക്ക ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം വലിയ മുതലാളിയായിരിക്കും. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സൂറത്തിൽ ആയത്താക്കി. ഇയാൾ ഭയങ്കര മുതലാളിയായി, ആട് മുതലാളിയായി. ആട് ജീവിതം എന്ന ജീവിതമല്ല, സുന്ദരമായ ജീവിതം, മല നിറച്ച ആടാണ്. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ വലിയ മുതലാളിയായ സമയത്ത് അല്ലാഹു തആല ആയത്താക്കി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. സൂറത്തിൽ അല്ലാഹു ആയത്തിറക്കി, അവരുടെ സമ്പത്തിൽ നിന്ന് നബിയെ താങ്കൾ ആ സദഖയെ സ്വീകരിക്കണം. സക്കാത്ത് പിടിക്കാൻ വേണ്ടി അല്ലാഹു പറയണം. മുതലാളിമാരിൽ നിന്ന് സക്കാത്ത് പിടിക്കാൻ നബിയോട് അല്ലാഹു കൽപ്പിക്കണം. ഇസ്ലാമിക ഭരണം വരണമെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെ വേണ്ടത്, സക്കാത്ത് പിടിക്കണം. ഇസ്ലാമിക ഭരണം ഇല്ലാത്തത് കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ 2-3 വഴിയുള്ളൂ. ഒന്നുകിൽ ഇസ്ലാമിക ഭരണാധികാരി ഏൽപ്പിക്കാം,
അതല്ലെങ്കിൽ ഒരു നിശ്ചിത വ്യക്തിയെ ഏൽപ്പിക്കാം, വക്കാലത്തേൽപ്പിക്കാം. 1,02,500 പറ്റിയ ആൾക്കാർക്ക് കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് ഒരാളെ ഏൽപ്പിക്കാം. 1 കോടിക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരാളെ ഏൽപ്പിക്കാം, നിശ്ചിത വ്യക്തി. അതല്ലെങ്കിൽ നേരിട്ട് കൊടുക്കാം. ഇവിടെ ഇസ്ലാമിക ഭരണം ഇല്ലാത്തൊന്ന് നേരിട്ട് കൊടുക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരു നിശ്ചിത വ്യക്തിയെ ഏൽപ്പിക്കാം. കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ യാതൊരു വകുപ്പുമില്ല. സക്കാത്ത് കമ്മിറ്റി ഇല്ല, അങ്ങനെ സംവിധാനം 3 വഴിയുണ്ട്. ഇസ്ലാമിക ഭരണാധികാരി ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു നിശ്ചിത വ്യക്തിയെ, അല്ലെങ്കിൽ മസൂലാണ് ഒരു നിശ്ചിത വ്യക്തിയെ ഏൽപ്പിക്കുക. ഇവിടെ ഇസ്ലാമിക ഭരണമില്ല, ഇവിടെ ഉമ്മൻചാണ്ടി ഏൽപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഇസ്ലാമിക ഭരണമില്ല. എന്നാൽ അതേസമയത്ത് നബിയുടെ കാലത്ത് നേരെ മനസ്സാണ്. നബിയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, അവരുടെ സമ്പത്തിൽ നിന്ന് ആ സക്കാത്തിന്റെ വിഹിതത്തെ പിടിക്കണം. അതവരെ ശുദ്ധീകരിക്കും, അത് അവരെ നന്നാക്കും, സംസ്കരിക്കും. നബിയെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, നബിയെ അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. അല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനുമാണ്. ഈ ആയത്ത് അവതരിച്ച സമയത്ത് സാലബയിൽ നിന്ന് എന്ത് ചെയ്തു? സാലബയിൽ നിന്ന് ഇത് പിടിക്കാൻ വേണ്ടി ആളെ പറഞ്ഞു, സക്കാത്തിന്റെ വീതം പിടിക്കാൻ വേണ്ടി ആളെ പറഞ്ഞു. ഇയാള് ഭയങ്കര മുതലാളിയായ പണ്ട് അയാൾക്കും ഭാര്യക്കും ഒരു തുണി ഉണ്ടായിരുന്നു. മറ്റ് ജമാഅത്ത് മറക്കാത്ത ആളാണ്. ഇപ്പൊ ഒക്കെ മറന്നു പോയി. അദ്ദേഹത്തിന്റെ സക്കാത്തിന് ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ തരൂല. എന്താ ചെയ്യാ? അതിന് മാത്രം സമ്പത്തുണ്ട്, പക്ഷെ അദ്ദേഹം തരൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഈ വിവരം പോയാലും മടങ്ങിപ്പോന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് റസൂൽ പറഞ്ഞാവട്ടെ. ഉടനെ അല്ലാഹു തആല തൗബ സൂറത്തിൽ മറ്റൊരായത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിൻഹും മൻ ആഹദല്ലാഹ ലൈൻ ആതാനാ മിൻ ഫളിഹി ലനസ്വദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ فلما آتاهم من فضله بخلوا به وتولوا وهم معرضون. അല്ലാഹു പറയുന്നു, വമിൻഹും അവരെ കൂട്ടത്തിലുണ്ട് മൻ ആഹദല്ലാഹ്, അല്ലാഹുവോട് കരാർ ചെയ്ത ചില ആളുകൾ. എന്താ കരാർ ചെയ്തത്? ലൈൻ ആതാനാ മിൻ ഫളിഹി ലനസ്വദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഞങ്ങൾ സ്വതക്ക ചെയ്യുക തന്നെ ചെയ്യും, സക്കാത്ത് കൊടുക്കുക തന്നെ ചെയ്യും, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും എന്ന് കരാർ ചെയ്ത ആളുകളുണ്ട്. പക്ഷേ അല്ലാഹു തന്റെ ഔദാര്യത്തിൽ അവർക്ക് നൽകിയപ്പോഴോ അവർ ലുബ്ധത കാണിച്ചു, അവർ പിശുക്ക് കാണിച്ചു. അവർ അല്ലാഹുവിന്റെ സന്ദേശത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. അങ്ങനെ ചില ആളുകൾ വാക്ക് മാറിയവർ, കൂറുമാറിയവർ അവരുടെ കൂട്ടത്തിലുണ്ട്. സാലബയെ പറ്റി ഇറങ്ങിയതാണ്. എനിക്ക് മുതലുണ്ടായ നബി ഞാൻ ധർമ്മം ചെയ്യും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറഞ്ഞു. അല്ലാഹുവിനോട് ദുആ, സമ്പത്ത് കിട്ടി. ഇപ്പൊ സമ്പത്ത് കിട്ടിയപ്പോ കൂറുമാറി. ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ അദ്ദേഹത്തിന്റെ അയൽവാസി അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാരണം അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് കേട്ടതോടുകൂടെ അദ്ദേഹം പേടിച്ചു. തൗബ സൂറത്തിലെ 2 ആയത്ത്, അതിൽ രണ്ടാമത് ഓതിയത് ക്രമത്തിൽ ആദ്യത്തെ ആയത്തതാണ്, പക്ഷെ രണ്ടാമത് ഇറങ്ങിയതാണ്. ആ ആയത്തിൽ ഇറങ്ങി കേട്ടതോട് ഇയാൾ പേടിച്ചു. ഇയാൾ വേഗം നബിയുടെ അരികിലേക്ക് വന്നു, ഞാൻ തരാമെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, വേണ്ട അയാളുടെ കാര്യം പോട്ടെ, നീ വേണ്ട. നിസ്കാരത്തലമിന്റെ വലിപ്പം ഞാൻ നേരത്തെ അങ്ങനത്തെ ഈ മനുഷ്യന് സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞതോടുകൂടെ പേടിച്ചു. ഇനി വേണ്ടാന്ന് പറഞ്ഞു. നബിയെ സ്വീകരിക്കൂലെന്ന് പറഞ്ഞതോടെ അദ്ദേഹം നിലത്തിരുന്നിട്ട് 2 കൈകൊണ്ടും കൂടി വാരിയിട്ട് തലയിൽ വാരിയിട്ട് എല്ലാം തൊലഞ്ഞാൽ പഴയ കാലക്കാരൊക്കെയാണ് ചെയ്യുന്നത്. തലയിൽ കൂടി വാരിട്ടോ സ്വന്തം റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, അല്ലാഹുവിന്റെ തിരുദൂതർ സ്വീകരിക്കാത്തത് അബൂബക്കർ സ്വീകരിക്കില്ല. നിരാശപ്പെട്ട അദ്ദേഹം മടങ്ങി. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് ഉമർ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് വന്നു.
അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, റസൂലും അബൂബക്കറും അവരും സ്വീകരിക്കാത്തത് ഞാൻ സ്വീകരിക്കില്ല. നിരാശപ്പെട്ട് മടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്ന കാലത്ത് അദ്ദേഹം സമ്പത്തുമായി വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലും സിദ്ദീഖും ഫാറൂഖും സ്വീകരിക്കാത്തത് ഉസ്മാൻ ഒരിക്കലും സ്വീകരിക്കില്ല. അദ്ദേഹം വിഷമത്തോടുകൂടെ മടങ്ങിപ്പോയി. സഹോദര, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അപകടമായി. ഇതാണ് സമ്പത്തോണ്ട് കുടുംബം. അപ്പൊ നമ്മള് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ സക്കാത്ത് നിസ്കരിച്ചോളൂ, നിങ്ങൾ സക്കാത്ത് കൊടുത്തോളൂ. സുന്നത്തായ സദഖ കൂടി ഭൂമി അല്ലാഹു പടച്ചതിന്റെ ശേഷം ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാൻ അല്ലാഹു പർവ്വതത്തെ നാട്ടിവെച്ചു. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വൽ ജിബാല ഔതാദാ. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അല്ലാഹു തആല ഭൂമിയെ സൃഷ്ടിച്ചതിന്റെ ശേഷം പർവ്വതങ്ങളെ നാട്ടി ഭൂമി ഇളകാതിരിക്കാൻ. അപ്പൊ മലക്കുകൾ അല്ലാഹുവോട് ചോദിച്ചു അത്രേ, അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശക്തമായത് പർവ്വതങ്ങളാണോ? ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറഞ്ഞതല്ല, പർവ്വതങ്ങളെക്കാൾ ശക്തമായത് ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, അതാകുന്നു ഇരുമ്പ്. ഇരുമ്പിനാണ് അതിലേറെ ശക്തി. ആ സമയത്ത് മലക്കുകൾ ചോദിച്ചു, ഇരുമ്പാണോ റബ്ബേ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശക്തമായത്? അപ്പൊ അല്ലാഹു പറഞ്ഞു, അല്ല, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളതാണ് അഗ്നി. ഇരുമ്പിനെ ഉരുക്കി കളയല്ല, അഗ്നിയാണ് ഏറ്റവും ശക്തിയുള്ളത്. അപ്പൊ മലക്കുകൾ ചോദിച്ചു, അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ അഗ്നിയാണോ ഏറ്റവും ശക്തിയുള്ളത്? ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, അല്ല, അഗ്നിയേക്കാൾ ശക്തി വെള്ളത്തിനാകുന്നു. അപ്പൊ മലക്കുകൾ ചോദിച്ചു, നാദാ, വെള്ളത്തിനാണോ കൂടുതൽ ശക്തി? നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശക്തിയുള്ളത് വെള്ളമാണോ? അപ്പൊ അല്ലാഹു പറഞ്ഞു, അത്രേ, അല്ല, വെള്ളത്തെക്കാൾ ശക്തി കാറ്റിനാകുന്നു. എന്തായി? പർവ്വതത്തെക്കാൾ ശക്തി ഇരുമ്പിന്. ഇരുമ്പിനേക്കാൾ ശക്തി അല്ലാഹു നൽകിയത് അഗ്നിക്ക്. അഗ്നിയേക്കാൾ ശക്തി വെള്ളത്തിന്. വെള്ളത്തെക്കാൾ ശക്തി കാറ്റിന്. മേഘങ്ങളെ കാറ്റാണല്ലോ ഓരോ സ്ഥലങ്ങളിലേക്ക് തെളിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ആ സന്ദർഭത്തിൽ മലക്കുകൾ ചോദിച്ചു, അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശക്തിയുള്ളത് കാറ്റാണോ? ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, അത്രയല്ല, കാറ്റിനേക്കാൾ ശക്തിയുള്ളതും ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതും വലത് കൈ ധർമ്മം ചെയ്യുമ്പോൾ ഇടത് കൈ അറിയാതിരിക്കുക. ആ സ്വതക്ക, ആത്മാർത്ഥമായി ചെയ്യുന്ന സ്വതക്ക, അതിനാണ് ഏറ്റവും ശക്തി. അതിന്റെ അപ്പുറത്ത് വേറൊന്നില്ല. അവിടെ നിർത്തിച്ചു, എന്റെ അപ്പുറത്ത് കൊന്നില്ല. അപ്പൊ ഇതെന്താ മനസ്സിലാക്കുന്നത്? ഭൂമി ഇളകാതിരിക്കാൻ, സഹോദര, ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാൻ പർവ്വതങ്ങൾ, അതിനേക്കാൾ ശക്തി ഇരുമ്പിന്, അതിനേക്കാൾ ശക്തി അഗ്നിക്ക്, അതിനേക്കാൾ ശക്തി വെള്ളത്തിന്, അതിനേക്കാൾ ശക്തി കാറ്റിന്, അതിനേക്കാൾ ശക്തി സ്വതക്കക്ക് എന്നാണ് വിധങ്ങൾ പറഞ്ഞത്. അപ്പോ ഏറ്റവും ടോപ്പിലതാണ്. അപ്പൊ ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാൻ റബ്ബ് വെച്ച സംവിധാനം ഏറ്റവും വലുതേതാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് നിലനിൽക്കുന്നത് ദാനധർമ്മങ്ങളെ കൊണ്ടാണ്. എത്ര പ്രധാനപ്പെട്ടതാണ് സ്വതക്കയെന്നാണ്, ചില്ലറല്ല. സഹോദര, ഓരോന്നിനും അതിൻ്റെതായ കൂലിയുണ്ടാകും. റസൂലുള്ളാഹി തങ്ങളൊരിക്കൽ പറഞ്ഞു, ഒരു ഫഖീറിന് എന്തെങ്കിലും നൽകിയാൽ 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകും. ആ ഫഖീർ കുടുംബക്കാരനാണോ, അല്ലാഹു തആല അതിനെ 70 ഇരട്ടി നൽകും. ആ ഫഖീർ തന്റെ ജ്യേഷ്ഠനോ അനുജനോ ആണോ, എന്നാൽ 700 ഇരട്ടി നൽകും. അത് ഇൽമു പഠിക്കുന്ന ഒരാളാണോ, ആ കൊടുക്കുന്നതിന്റെ 7000 ഇരട്ടി അല്ലാഹു അവർക്ക് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിന്റെ 10 ഇരട്ടി കൂലി നമുക്ക് 100 രൂപയ്ക്ക് 1000 രൂപയുടെ കൂലിയാണ്, 100 രൂപയ്ക്ക് 1000ന്റെ കൂലിയാണ്. അത് സ്വന്തം കുടുംബത്തിനാണോ 10 ഇരട്ടിയുള്ളത് 70ആയി. എന്തുകൊണ്ട്? അവിടെ സദഖ ചെയ്ത കൂലിക്ക് പുറമെ കുടുംബബന്ധം ചാർത്തിയ കൂലി കൂടി ലഭിച്ചു. അത് സ്വന്തം ജ്യേഷ്ഠാനുജന്മാരാണോ എങ്കിൽ 700 ഇരട്ടിയാണ്. ഈ അടുത്ത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ആ സഹോദരൻ കുറച്ച് സാധുവാണ്. അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, എന്റെ വീട് നിർമ്മിക്കാൻ വേണ്ടി എന്റെ ജ്യേഷ്ഠൻ, ഗൾഫിൽ നിന്ന് വന്ന ജ്യേഷ്ഠൻ, അവന്റെ സമ്പത്ത് ഒരു 7 ലക്ഷം റുപ്യ അവൻ സമ്പാദിച്ചുണ്ടാക്കിയത് അവൻ മുഴുവൻ കൊടുക്കുന്നത് ഉണ്ടാകുമ്പോൾ തന്നാൽ മതി. ഭയങ്കര സഹായമല്ലേ? അതാണ് വേണ്ടത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പ്ലസ് പോയിന്റ് പറയാം. നമുക്ക് ചിലതൊക്കെ ഭയങ്കര ടെൻഷൻ അല്ലേ? ഒരു വീട്ടിലേക്ക് കല്യാണം പറയാൻ വേണ്ടി ആ വീട്ടിലെ സഹോദരന്റെ അളിയനെ കടന്നു വരുന്നു. അയാളും അളിയനും എന്തോ വിഷയത്തിൽ തർക്കിക്കുന്നു. ദേഷ്യം തലക്ക് കയറി ഒരു പട്ടിക കഷ്ണെടുത്തിട്ട് അളിയനെ കല്യാണം.
അപ്പൊ ഇയാളെ ഭാര്യ വന്ന് പിടിച്ചിട്ട്, ഭാര്യക്ക് പല ആണല്ലേ, ഇവന്റെ അളിയൻ മധ്യവയസ്കനാണ് ഈ അടിക്കുന്നത്. ഭാര്യ പിടിച്ചു വെക്കാൻ വന്നപ്പോൾ ഇയാൾ ഭാര്യനെ തല്ലുന്നു. നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ദാരുണമായ സംഭവമാണ്. ഇയാളെ അളിയനെ അടിച്ച ആ പട്ടി കൊണ്ട് സ്വന്തം ഭാര്യനെ അടിച്ചു, തലക്കടിച്ചു. ഭാര്യ മരിച്ചു. ഒരു ചെറിയ ദേശം, ഭാര്യ മരിച്ചു. ആ വീട്ടിലെ മക്കളുടെ അവസ്ഥ ആലോചിച്ചു. ഉമ്മ പള്ളിക്കാട്ടിലേക്ക്, വാപ്പ നേരെ ജയിലിലേക്ക്. മൂന്നിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ കൊന്നതുമായിരുന്നു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം 34 വയസ്സായ റൂമിൽ കയറി വാതിലടിച്ചു, തൂങ്ങിയടിച്ചു. സങ്കടം സഹിക്കാൻ പിടിച്ചു തന്നെ. ഹൈറ് മുംബൈയിൽ നിന്ന് കേൾക്കുന്ന വാർത്തയുള്ളത് എന്തിനാണ് നല്ലത്? എന്റെ ദേശം അതാണല്ലോ ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ. തിരുദൂതർ പറഞ്ഞത് ദേശത്തെ പിടിച്ചിട്ടാണ്. നെല്ലിക്ക തിന്നുമ്പോ ഒരു കയ്പുണ്ടാവും, എന്നേരി തുപ്പരുത്, മധുരം വരും. ഒരു വിഷയം വരുമ്പോൾ ദേഷ്യം വന്ന് എന്തെങ്കിലും ചെയ്യരുത്, ക്ഷമിക്കണം. അതില്ലാതെ പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. സാരല്ല, എന്ത് ചെയ്യും, എല്ലാവരും ഒരുപോലെ ദാരുണമായ സംഭവം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ പറയുന്ന സഹോദര, ഒരു ചോരയിൽപ്പെട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമ്പോൾ എത്ര കൂലി ഇതൊക്കെ ചുരുങ്ങി പോകാൻ ഒക്കെ സ്വന്തം കാര്യം. വലിയ മതിൽ കെട്ടിയിട്ട് അതിന് ചുരുങ്ങിയാണ് സ്വന്തത്തിലേക്ക് ചെയ്തത്. അങ്ങനെ അവർക്ക് മാതാപിതാക്കൾ പോലും പലർക്കും ഒരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ട്. അവരുടെ മക്കൾക്ക് അവർ നേരത്തെ ഭാരമാകും എന്നതിനെപ്പറ്റി അവർ ആലോചിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു താല ഇവിടെ കൽപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് പിന്നെ പറയുന്ന അള്ളാഹ്ക്ക് നല്ല രൂപത്തിൽ കടം കൊടുക്കണം. നമ്മൾ കടം കൊടുക്കൽ അല്ലെങ്കിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ചിലപ്പോൾ സ്വതത്തേക്കാൾ പുണ്യം കടം കൊടുക്കുന്നതിനായിരുന്നു. കാരണം കടം ചോദിക്കുന്നത് കുടുങ്ങിയിട്ടല്ല. നമ്മളൊരാൾക്ക് സ്വതത്ത് കൊടുക്കുമ്പോൾ അത്ര തന്നെ ആവശ്യം ഉണ്ടായിക്കോണമെന്നില്ല. അതേ സമയത്ത് ഒരാൾക്ക് കടം കൊടുക്കുമ്പോഴോ അയാൾ നല്ല ആവശ്യം ഉണ്ടായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കൊടുക്കണം. കൂടുതൽ ഇങ്ങോട്ട് വാങ്ങരുത്. വിട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇളവ് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ആ ഒരാഴ്ചക്ക് അത് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. നമുക്കപ്പോൾ ബുദ്ധിമുട്ടില്ല. നമ്മളയാളെ വിളിച്ചിട്ട് പറയാണ് അർജന്റായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹത്തെ അറിയിക്കണമെങ്കിൽ എന്തോ ഒരു സന്തോഷമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ തരണ്ടാന്ന് പറയുകയാണെങ്കിൽ തരണ്ട ആളെ വെച്ചോളി, എല്ലാവരും സന്തോഷം. പക്ഷെ നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനെ ആകരുത്. എന്ത് നമ്മൾ ഒരാൾ 1000 റുപ്യ വാങ്ങി, അയാൾ വലിയ കോടീശ്വരനാണ്, പിന്നെ തിങ്കളാഴ്ച തരാമെന്നാണ്, ഞായറാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുക, അയാൾ വേണ്ടെന്ന് പറയുക. അങ്ങനെ പറഞ്ഞോട് അത് നമ്മൾ ചിന്തിക്കാൻ ഇല്ലല്ല. എന്നിട്ട് നമ്മളല്ലെങ്കിൽ 1000 റുപ്യ കൊണ്ടേ കൊടുക്കുമ്പോൾ ഞാൻ കരുതി നിങ്ങളത് വേണ്ടാന്ന് പറയുന്നു. എനിക്ക് അള്ളാഹു എപ്പോഴാണ് അത് പറയാം. അത് അയാളെ സൗകര്യം, ഔദാര്യം നമ്മൾ പറയാൻ പാടില്ല. അത് അയാൾ അറിയേണ്ടതാണ്. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ അതിന് ഭയങ്കര കൂടിയാണ് അള്ളാഹു. കൂടി പോട്ട സഹോദര, ഇവിടെ കൂടുതൽ വാങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. വട്ടിക്കാരി ചെയ്യരുത്. അള്ളാഹു പലിശ സഹിതം നമുക്ക് തരും. അള്ളാഹു നമുക്ക് പലിശ സഹിതം തരും. പിന്നെ വേറൊന്നുണ്ട്, ചിലർ കടം വാങ്ങാൻ തരൂല. പിന്നെ ഓട്ടോറിക്ഷക്ക് മാറും. അടിയിൽ കാണുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റിന് മറിഞ്ഞില്ല. വിളിച്ചാൽ മൊബൈലിൽ റേഞ്ചേ ഉണ്ടാവും. അഥവാ അടിച്ചാട്ട് എടുക്കൂല. ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വർത്താനം പറയാമല്ലോ. ചിലര് കടം വാങ്ങും, അടിപൊളി ജീവിതം. ഇതൊരു 5000 റുപ്യ എന്ത് പെണ്ണുങ്ങൾ പറയാൻ മോശം പോയി ആ ഒരു പെണ്ണോടെല്ലാവരും പറയാം. ഇങ്ങനെ എന്റെ ആവശ്യമല്ലോ. മാമൂലുകൾക്ക് വേണ്ടി കടം വാങ്ങുന്ന ആളുകളുണ്ട്. മാമൂലുകൾ ഉണ്ടെങ്കിൽ മതിയല്ലോ. ആരെ സോപ്പിടാനാത്ത വലിയടങ്ങാറ്. ചിലർക്ക് യാതൊരു ബോധം ഉണ്ടാവില്ല. അവസാനം മയ്യത്തിന് മുന്നിൽ വെച്ച് തർക്കിക്കുന്ന അവസ്ഥ ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ നേരിട്ട് അനുഭവിച്ചൊരു സംഗതിയുണ്ട്. മയ്യത്ത് പള്ളിയിൽ നിസ്കാരം തുടങ്ങുന്നില്ല, കടം ഏറ്റെടുക്കാളില്ല, ജസന്മാരെ ഏറ്റെടുക്കലില്ല, അടിപൊളി ജീവിതം നയിച്ചതാ. പെട്ടെന്ന് മരിച്ചു. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ആരും വിഷമിപ്പിക്കാൻ പറ്റില്ല. അവസാനം ആരെങ്കിലും ഏറ്റെടുക്കൽ ഏറ്റെടുക്കാൻ നിസ്കരിക്കാൻ പറ്റൂല. അവസാനം അങ്ങനെ ഉണ്ടല്ലോ ഏറ്റെടുക്കൽ. നിസ്കാരം നടക്കാൻ വേണ്ടി ആളെ മുക്കിലാക്കാനുള്ള ഒരാളെ ഏറ്റെടുക്കൽ. അതിൽ ഉസ്താദ് വന്ന് വൈക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരൻ കടം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നാം ഒരാൾ ചോദിച്ചു ഉസ്താദിനോട്, ഉസ്താദെ ഓൻ തെരുവേക്കാരല്ലേ? അല്ലേ തന്നെ ഇങ്ങനെ അടുത്തടുത്ത് നിന്ന് ആകെ ചൂടാക്കി ആൾക്കാർ. അതൊന്ന് കഴിഞ്ഞിട്ടെങ്കിൽ ഇറങ്ങാറ് പോകേനോ.
അതിന്റെ ഇടയിൽ ഇതൊരാൾ ഏറ്റെടുക്കുന്ന പറഞ്ഞപ്പോൾ എല്ലാവർക്കും റാഹത്തായി കഴിച്ചിലായല്ലോ, അതിന് മറയുണ്ട് അവിടെ കടന്ന് ആകെപ്പോല. അതിന്റെ ഇടയിൽ ഒന്നാം വകുപ്പിലുള്ള ആള് മനസ്സ് പൊട്ടി ചോദിച്ചതാണ്. കാരണം എന്താണ്, ഇത് ഒരുമാതിരി ആത്തിന്റെ ഏറ്റെടുക്കലാണെന്ന് മനസ്സിലായിട്ടുണ്ട് അയാൾ അപ്പൊ തന്നെ ചോദിച്ചത്. പക്ഷെ സന്ദർഭം നോക്കിയില്ല, അതിലാകെ പ്രശ്നമായി, അടിയായി, തുണിയെ കൈ പിടിച്ചുകൊണ്ടൊക്കെ ഓടിയത്. ആലോചന മയ്യത്തിനെ മുന്നിൽ വെച്ചിട്ടാണ് ചില ആളുകൾക്ക് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കടക്കാരാധന വന്നാൽ, വീട്ടാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ, രോഗം കാര്യങ്ങളൊക്കെ കാരണം ചികിത്സക്ക് വാങ്ങിയിട്ട് പെടുന്നവരുണ്ട്. നമ്മൾ താങ്ങണവരെ സഹായിക്കണം. ഇത് അടിപൊളി ജീവിതത്തിന് വേണ്ടിയിട്ട് ദുരഭിമാനം നൽകുന്നതിന് വേണ്ടി പൊതുവെ ആളുകളുടെ ഒരു സ്വഭാവമാണ്. മലപ്പുറത്തുള്ള ഒരു സഹോദരൻ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് വന്നു, എന്റെ ആ കാറ് ഒന്ന് കൊണ്ടുവരുമോ? അതിന് കാറില്ല. അപ്പോൾ പോകണ്ടാവുന്ന കാറ് വേണമെന്നുണ്ടെങ്കിൽ നിർത്തിട്ടോ, ചാവി കൊടുത്തു. വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, സാധനം കൊണ്ടേക്കോ. ഇവ ഞാനപ്പോ നിർത്തിയിട്ട് അതേമാതിരി. അപ്പൊ വണ്ടി എടുത്തില്ലേ? ഇല്ല, ഞാൻ പെണ്ണിനെ കാണാൻ വേണ്ടി ഒരു ചെക്കൻ വരാൻ. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് കൊല്ലാൻ. ഇയാളെ മകളെ കാണാൻ വേണ്ടിയിട്ട് ഒരുത്തം വരുന്നുണ്ട്. അപ്പൊ വീട്ടിൽ കാറ് കണ്ട ഈ ചെക്കൻ വിചാരിക്കും മോശക്കാരന്റെ കാറാണ്, ഭാവി ആകാനുള്ള ആളെ കാറാണെന്ന് കരുതിയിട്ട് പറ്റിപ്പോയിക്കോട്ടെ എഴുതിയിട്ട് അയാൾക്ക് കഥ ഉണ്ടോ? ആ കല്യാണം നടന്നാല് ഓൻ പിന്നെ ഇരുന്നേരുമ്പോ പല കാറവിടെ ആയിക്കൂടെ. അപ്പോൾ പറയും പല കാറോ പകരം സൈക്കിൾ കൂടി ഇല്ല, ഒരു ലോക്കറ ഓട്ടോറിക്ഷ പോലും ഇല്ല. അപ്പൊ ഞാൻ എന്നെ കാണാൻ വന്നപ്പോഴാണ് അത് വാപ്പ അങ്ങനെ കാട്ടിയതായിരുന്നു എന്ന് കേട്ടാന്ന് തൂക്കൂല. എന്റെ അമ്മ ഇതാണ് മനുഷ്യന്റെ ദുരഭിമാനം നൽകുന്നത്. എന്തൊക്കെ പൊട്ടത്തിറങ്ങാൻ ഈ ജാതി ആളുകളാണ് ഇങ്ങനത്തെ കെണിയിൽ പെടുക. ഏതായിരുന്നാലും സഹോദര, കടങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മൾ കടം വാങ്ങുകയാണെങ്കിൽ അത് നമുക്ക് അടുത്ത തിങ്കളാഴ്ച കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ ഒരു ബുധനാഴ്ചക്ക് പറഞ്ഞാൽ മതി. കാരണം ബുധനാഴ്ച പറഞ്ഞാൽ തിങ്കളാഴ്ച തന്നെ കൊണ്ടേ കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. നേരെ മറിച്ച് തിങ്കളാഴ്ച കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച പറഞ്ഞിട്ട് ടെൻഷന് കാരണം. അപ്പൊ അതൊക്കെ പറഞ്ഞറിഞ്ഞു. എന്തായിരുന്നാലും അല്ലാഹു പറയുന്നത് വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈറൻ വഅഅലബ അജ്റാ. അവസാനമായി അല്ലാഹു പറയുന്നത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തൊരു നന്മ ചെയ്തു വെച്ചാലും തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികെ അത് കണ്ടെത്തിക്കും. തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈറൻ വഅഅലബ അജ്റാ. അല്ലാഹുവിന്റെ അരികെ വർദ്ധിച്ച കൂലിയുള്ളതായി, ഉത്തമമായതായി അതിനെ നിങ്ങൾ കണ്ടെത്തിക്കുന്നതാണ്. എന്തൊന്നും നമ്മൾ ചെയ്തു വെച്ചാലും അത് അല്ലാഹുവിന്റെ അടുത്താണ്. ഞാൻ അവസാനിപ്പിക്കാം, അത് ഒരുപാട് വിശദീകരിക്കേണ്ടതായിട്ട് നമുക്ക് പിന്നീട് പറയാം. നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിക്കോളൂ. തീർച്ചയായും അല്ലാഹു പൊറുക്കുന്നവനാണ്, അവൻ കാരുണ്യവാനുമാണ്. നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. രാത്രി കിടക്കുമ്പോൾ പൊറുക്കലിനെ തേടണം. മുഅ്മിനീങ്ങൾക്കൊക്കെ ദോഷം കൊടുക്കാൻ വേണ്ടി നമ്മൾ ദ്വാരക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി അവിടെ ദോഷം കൊടുക്കാൻ എപ്പോഴും ദ്വാരക്കണം. മരിച്ചതിന് ശേഷം മാത്രമല്ല, നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് തന്നെ അവരെ ദോഷം കൊടുക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ദ്വാരക്കണം. മഹാനായ നൂഹ് നബിയൊക്കെ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും ദ്വാ ചെയ്തിരുന്നു. ഖുർആൻ അത് എടുത്തു ധരിക്കുന്ന നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ ദോഷം കൊടുക്കാൻ എപ്പോഴും ദ്വാരക്കണം. രാത്രി കിടക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ മൊത്തം ദോഷം കൊടുക്കാൻ വേണ്ടി ദ്വാരത്തെ കിടക്കാവുന്നു. ഇനി നമ്മുടെ ദോഷങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചെന്ന് അള്ളാഹുനോട് പൊറുക്കലിനെ തേടണം. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. എന്താകരുത്, ഞാനിപ്പോ അതിന് മാത്രമൊന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയാണ്. പ്രവാചകന്മാര് പോലും അള്ളാഹുവോട് റബ്ബി ഇഗ്ഫിർലി വലിവാലിദൈ, നൂഹ് നബി പ്രാർത്ഥിച്ചു. ഒരു തെറ്റും ചെയ്യാത്തതിനോട് റബ്ബേ എന്നോട് പൊറുക്കണം, എന്റെ മാതാപിതാക്കളോട്. അപ്പൊ ആ ഒരു നിലപാടിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നിശ്ചയമായ സൂറത്താണ് അടുത്ത ക്ലാസ്സിൽ തുടങ്ങുന്നത്. സൂറത്തുൽ ജിന്ന് സൂറത്ത്. ജിന്ന് എന്താണ് ജിന്ന്? അവർ ഖുർആൻ കേട്ടത് നബി അവരിലേക്കും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് സംബന്ധമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ വരുന്ന നമ്മുടെ സജീവ പ്രവർത്തകനായ നമ്മുടെ ഒരു സഹോദരന്റെ കുട്ടി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകം ദ്വാരത്തിൽ അറിയിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ കുട്ടിയുടെ രോഗത്തിന് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. പരിപൂർണ്ണ ശമനം നൽകുമാറാവട്ടെ. ആമീൻ. അതുപോലെ ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു സഹോദരന്
നാളെ വിദേശത്ത് പോകുന്നുണ്ട്, പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് ഒരു 100 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരന്റെ യാത്രയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. ഹൈറായ ജോലി അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ സഹോദരൻ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയിട്ടും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ന് ചായയും കടിയും നൽകിയിട്ടുള്ളത്. അല്ലാഹു തആല ആ സഹോദരന്റെ നല്ല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على محمد والآل كلهم وسلم. നമ്മുടെ ഒരു സഹോദരൻ മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് വളരെയധികം പ്രയാസപ്പെടുന്ന നമ്മുടെ ഒരു സഹോദരന്റെ പെട്ടെന്ന് രോഗം കണ്ടതാണ്. വേദനയ്ക്ക് ശമനം കിട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ഖുർആന്റെ ഹഖ് കൊണ്ട് ആ സഹോദരന്റെ രോഗത്തിന് ശിഫ നൽകുമാറാവട്ടെ. വേദനകൾക്ക് അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. ആമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ക്ലാസ്റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ഖുർആനുമായി ബന്ധപ്പെടുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഖൈറുൽ ഉമ്മയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അതിശ്രേഷ്ഠർ എന്ന് പ്രവാചകർ പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ. എന്റെ ഉമ്മത്തിലെ അതിശ്രേഷ്ഠർ ഖുർആൻ വാഹകരാണെന്ന് മുഹമ്മദ് നബി തങ്ങൾ പഠിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. റബ്ബേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ. വിശുദ്ധ ഖുർആന്റെ വെളിച്ചം ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ ഒരിക്കലും പിഴപ്പിക്കല്ല റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ ഒരിക്കലും പിഴപ്പിക്കല്ല റഹ്മാൻ. വഴിവിട്ട് സഞ്ചരിക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കണേ റഹ്മാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളെയും ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ സകല തെറ്റുകളും ഞങ്ങളോട് പൊറുക്കണേ റഹ്മാൻ. പാപമന്ദിരമായ ഞങ്ങളുടെ ജീവിതം അല്ലാഹുവേ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാൻ. ഞങ്ങളുടെ ഇബാദത്തുകളെ സ്വീകരിക്കണേ റഹ്മാൻ. നിസ്കാരവും ദാനകർമ്മങ്ങളും സ്വീകരിക്കണേ റഹ്മാൻ. എല്ലാ ഇബാദത്തുകൾക്കും പരിപൂർണ്ണ പ്രതിഫലം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, സഹസ്രമുള്ള ഞങ്ങളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാൻ.
ഈ സദസ്സിലുള്ളവരുടെ കച്ചവടങ്ങളിലും കൃഷികളിലും എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. വാഹനം ഓടിക്കുന്നവർ, ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ, അധ്യാപകർ പലരും ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെ ജോലിയിലും ഖൈറും ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ സദസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠനത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സദസ്സിലുള്ള ചെറുപ്പക്കാർ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പുറത്ത് ഇത് വീക്ഷിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, വിദേശത്തുള്ളവരുണ്ട്. അല്ലാഹുവേ അവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. വളരെ കഷ്ടപ്പെട്ട് വിദേശത്ത് പോയവർ റാഹത്തോടെ കുടുംബത്തിലേക്ക് അണയാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഗൾഫിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെ അവർക്ക് മതിയായ വേദന നൽകണേ റഹ്മാനെ. അസുഖങ്ങൾ നൽകണ റഹ്മാനെ. ഒരു പ്രയാസവും അവർക്ക് നൽകണ റഹ്മാനെ. അവരുടെ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ കുടുംബക്കാരുടെ നാട്ടിലുള്ളവർ അവർക്ക് ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഭാര്യ സന്താനങ്ങളിൽ റാഹത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. കുട്ടികളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ സന്താനങ്ങൾക്ക് അല്ലാഹുവേ ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. മാരക രോഗങ്ങൾ നൽകണേ റഹ്മാനെ. നമ്മുടെ ഒരു സഹോദരന്റെ കുട്ടി മെഡിക്കൽ കോളേജിലുള്ള അല്ലാഹുവേ രോഗത്തിന് ശിഫ നൽകണേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. മക്കൾക്ക് രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ചെറിയ കുട്ടികൾ വരെ മാരകമായ രോഗങ്ങൾ ബാധിച്ച് പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ട്, ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അത്തരത്തിലുള്ളൊരു പരീക്ഷണം, അത്തരത്തിലുള്ളൊരു ടെൻഷൻ ഒരിക്കലും നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ പല സഹോദരങ്ങളും മാരക രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ അവർക്ക് ആശ്വാസം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ താങ്ങാൻ കഴിയാത്തതൊരിക്കലും ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ നൽകല്ല റഹ്മാനെ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട രൂപത്തിലുള്ള മരണങ്ങളെ തൊട്ട് പാവപ്പെട്ട ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഖുർആനുമായി ബന്ധപ്പെടുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. വളരെ കഷ്ടപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഈ സദസ്സിലേക്ക് എത്തിച്ചേരുന്നവർ അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ഖുർആനുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ഞങ്ങളെ നീ പരിഗണിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ പരിഗണിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് അന്തസ്സുള്ള ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഏറെ കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. അവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി വളരെ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഭാര്യമാര് അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ റഹ്മാനെ. അവർക്ക് മാരകമായ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് രോഗങ്ങൾ നൽകല്ല റഹ്മാനെ. ജ്യേഷ്ഠാനുജന്മാർക്ക് രോഗങ്ങൾ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളും മാതാപിതാക്കളും ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ പലരും മരണപ്പെട്ടു പോയി. അവരുടെ ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പ്രത്യേകം സംഭാവന നൽകി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത വിദേശത്ത് പോകുന്ന സഹോദരൻ, അല്ലാഹുവേ ആ സഹോദരന്റെ യാത്രയിലുള്ള പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഖൈറായ ജോലി നൽകണേ റഹ്മാനെ. അതിനുള്ള ആരോഗ്യം നൽകണേ റഹ്മാനെ. ഉപജീവനത്തിൽ വിശാലത നൽകണേ റഹ്മാനെ. ശുദ്ധ ഖുർആന്റെ സദസ്സിലേക്ക് ചായക്ക് ചെലവ് ചെയ്ത സഹോദരൻ, ആ സഹോദരന്റെ ബിസിനസ്സുകളിലും മറ്റും ബർക്കത്ത് നൽകണേ റഹ്മാനെ. നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകണേ റഹ്മാനെ. ലോകത്ത് പ്രയാസപ്പെടുന്ന സത്യവിശ്വാസികൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. പട്ടിണി പാവങ്ങളായ സിറിയയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ. ഫലസ്തീനിലും യമനിലും അടക്കം ഇറാഖിലും അഫ്ഗാനിലും അടക്കം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ രക്ഷ നൽകണേ റഹ്മാനെ. പടച്ചവനെ രണ്ട് ഹറമുകൾ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിൽ സമാധാനം നൽകണേ റഹ്മാനെ. ലോകത്തിന്റെ പല ഭാഗത്തും സമാധാനം നഷ്ടപ്പെട്ട് കുഴപ്പങ്ങളും കലാപങ്ങളും സ്ഫോടനങ്ങളും പ്രശ്നങ്ങളുമാണ്. അല്ലാഹുവേ സമാധാനം നൽകണേ റഹ്മാനെ. രക്ഷ നൽകണേ റഹ്മാനെ. മുസ്ലിമിനും ഇസ്ലാമിനും ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിലും അല്ലാഹുവേ സമാധാനം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കം എല്ലാവരും ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന ഈ അവസ്ഥ നിലനിർത്തി തരണേ റഹ്മാനെ. സമാധാനമുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. പള്ളിയും മദ്രസയും കൊണ്ട് നടക്കലും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യലുമൊക്കെ അല്ലാഹുവേ ഈ ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനെ. സമാധാന അന്തരീക്ഷം നൽകണേ റഹ്മാനെ. ലോകത്ത് സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക്